പ്രാർത്ഥനയോടെ പ്രഭാതത്തിലെ ആരാധന നമുക്ക് ആരംഭിക്കാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ മുറ്റും അറിയുന്ന സൃഷ്ടാവാം ദൈവമേ, തിരുസന്നിധിയിൽ നന്ദിയോടും സ്തോത്രത്തോടും ആരാധനയോടും ചേർന്ന് വരുവാൻ അടിയങ്ങൾക്ക് ഈ പ്രഭാതത്തിൽ അവിടുന്ന് ഒരുക്കുന്ന വലിയ ഭാഗ്യത്തിനും പദവിക്കുമായി വീണ്ടും നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. നീ ദൈവമെന്ന് അറിഞ്ഞ് സത്യത്തിലും ആത്മാവിലും നിന്നെ ആരാധിപ്പാൻ അടിയങ്ങളെ ഇന്ന് ശരീരാത്മദേഹികളിൽ ശക്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധിക്കുമ്പോൾ നിന്റെ മഹത്വം ദർശിപ്പാനും നിന്റെ മഹത്വത്തിന്റെ പ്രഭയിൽ ഞങ്ങളെ തന്നെ കാണുവാനും ഇടയാക്കണമേ. ഞങ്ങളായി തീരേണ്ടുന്ന ജീവിതത്തിന്റെ ഔന്നത്യങ്ങളിലേക്ക് പടിപടിയായി വളരുവാൻ അവിടുത്തെ ആത്മസഹായം ഞങ്ങൾക്ക് തരണമേ എന്നും ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ആദ്യവസാനം നിന്റെ സാന്നിധ്യം അടിയങ്ങൾക്ക് അരുളണമേ. ആരാധന അനുഗ്രഹമായി അനുഭവിപ്പാൻ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അവിടുന്ന് സംഗതിയാക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അടിയങ്ങൾ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. ഇപ്പോൾ ഗായക സംഘം പ്രാരംഭ ഗീതം ആലപിക്കുന്നതാണ്. Yen
ആരാധന ആരംഭിക്കാം. മഹത്വീകരണ പ്രാർത്ഥനയ്ക്ക് ഇപ്പോൾ ഫിലിപ്പ് വർഗീസ് അച്ഛൻ നേതൃത്വം നൽകുന്നതാണ്. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്മഹത്വം വർദ്ധിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കേൾക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി പാറയ്ക്കുമ്പോൾ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളെ കടങ്ങളും ദോഷവും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനേ. എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഭാഗ്യം നൽകുന്നവയും പ്രകാശം നിറഞ്ഞിരിക്കുന്നവയുമായ നിന്റെ രശ്മികളാൽ ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. മരിച്ചവരുടെ നിന്നുള്ള നിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസത്തിൽ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ കർത്തൃത്വത്തിന്റെ ഉദയത്താൽ ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവന്റെ പ്രത്യാശയും ഞങ്ങളുടെ ആത്മാക്കളുടെ രക്ഷിതാവുമായി ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹായേ, നിന്റെ കൃപയുടെ സഹായങ്ങൾ കൊണ്ട് ഞങ്ങളെ തുണയ്ക്കുകയും ചെയ്യണമേ. ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണകളുടെ ബഹുത്വപ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ നന്നായി കഴുകി എന്റെ പാപങ്ങൾ നിന്നെ വെളിപ്പാക്കണമേ. എന്തെന്നാൽ എന്റെ അതിക്രമങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങളും എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിന്റെ തിരുവിൻപാവത്തിന്മേൽ ഞാൻ ചെയ്തു. നിന്റെ സോപ്പ കൊണ്ട് എന്റെ മേൽ തളിക്കണമേ. ഞാൻ നിർമ്മലനാകും, അതിനാൽ എന്നെ നീ വെളുപ്പിക്കണമേ. ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയുള്ളവനാകും. എന്റെ പാപങ്ങളിൽ നിന്ന് മുക്തി ധരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെ മായ്ച്ചു കളയണമേ. ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. സ്ഥിരമായുള്ള ഒരാത്മാവിനെ എന്റെ ഉള്ളിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്നെ തള്ളിക്കളയരുതേ. നിന്റെ വിശ്വസ്തമായ നടക്കേ വരണമേ. നിന്റെ രക്ഷയും ആനന്ദം എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ റൂഹ എന്നെ താങ്ങുമാറാകണമേ. കർത്താവേ, എന്റെ അതിരുകളെ തുറക്കണമേ. എന്റെ വായ് നിന്റെ സ്തുതി പാടും. ദൈവമേ, സ്തുതിക്കൂ.
യോഗ്യമായിരിക്കുന്നു. പാലിക്കുമ്പോൾ പിതാവിനും പുത്രനും വിശുദ്ധ റൂഹായിക്കും സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പാപികളും ബലഹീനരുമാടില്ല നീതാ സ്തുതി ചെയ്തിടുന്നു. എല്ലായ്പ്പോഴും ഉന്നതനാം ദേവാ സ്തുതി സമാധാനമിണക്കം മാത്യക്കില്ല ഹല്ലേലൂയ ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായേ, നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടച്ചു കളയരുതേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്നെ നിന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. അപ്പോൾ ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന തിരുവചന പാഠങ്ങൾ വായിക്കുന്നതാണ് ശ്രീമാൻ ജോസ് സാമുവേലും ശ്രീമതി ആൻസി സാമുവേലും 1-2 പാഠങ്ങൾ വായിക്കുന്നതാണ്. ഒന്നാം പാഠഭാഗമായി യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 9 വരെ. ജോഷുവ ചാപ്റ്റർ 1 വേഴ്സസ് 1-9. യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായ ജോഷുവയോട് അരുളിച്ചെയ്തത്: എന്റെ ദാസനായ മോശ മരിച്ചു. ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവീൻ. നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോടെ കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. മരുഭൂമിയും ഈ ലബനോനും തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെയും ഹൃത്യയുടെ ദേശവും ഒക്കെയും പടിഞ്ഞാറ് മഹാസമുദ്രം വരെയും നിങ്ങളുടെ അതിരായിരിക്കും. നിന്റെ ജീവിതകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോടുകൂടി ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയും ഇല്ല. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ഈ ജനത്തിന് അവകാശമായി ഭാഗിക്കും. എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ ന്യായ പ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലൊക്കെയും നീ പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായി ഇരിക്കും. നിന്റെ ദൈവമായ യഹോവ
നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നുവല്ലോ. ഇവിടെ ഒന്നാം പാഠഭാഗം അവസാനിച്ചു. രണ്ടാം പാഠഭാഗമായി അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 1 വേഴ്സസ് 12 to 21. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. എന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു എന്ന് അകമ്പടി പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വരികയും സഹോദരന്മാർ മിക്കപേരും എന്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യം പൂണ്ട് ദൈവത്തിന്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിപ്പാൻ അധികം തുനിയുകയും ചെയ്തിരിക്കുന്നു. ചിലർ ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു. ചിലരോ നല്ല മനസ്സോടെ തന്നെ. അവർ സുവിശേഷത്തിന്റെ പ്രതിവാദത്തിനായിട്ട് ഞാൻ ഇവിടെ കിടക്കുന്നുവെന്ന് അറിഞ്ഞ് സ്നേഹത്താൽ ചെയ്യുന്നു. മറ്റവരോ എന്റെ ബന്ധനങ്ങളിൽ എനിക്ക് ക്ലേശം വരുത്തുവാൻ ഭാവിച്ചുകൊണ്ട് നിർമ്മലതയോടെ അല്ല, ശാഠ്യത്തിൽ അത്രേ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. പിന്നെ എന്ത്? നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏതുവിധമായാലും ക്രിസ്തുവിനെ അല്ലയോ പ്രസംഗിക്കുന്നത്. ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഇനിയും സന്തോഷിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും അതെനിക്ക് രക്ഷാകരമായി തീരും എന്ന് ഞാൻ അറിയുന്നു. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എന്റെ ശരീരത്തെങ്കിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ച് വഴിനടത്തുമാറാകട്ടെ. ഗായക സംഘം വീണ്ടും ഒരു ഗാനം ആലപിക്കുന്നതാണ്. ആരാധന പുനരാരംഭിക്കാം. സകലത്തിന്റെ ഉടവനായ ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഈ സമയത്തോളം ഞങ്ങളെ ക്ഷേമത്തോട് കൊണ്ടുവന്നിരിക്കുന്നതിനായി നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിന്റെ കരുണയാൽ ഇന്നേ ദിവസം പാപവും ആപത്തും കൂടാതെ ഞങ്ങളെ കാത്ത് നീതിയിൽ ഞങ്ങളെ പാലിച്ചുകൊള്ളണമേ. കർത്താവേ, ഞങ്ങളുടെ ശരണം നിന്നിൽ മാത്രമാകിയാൽ നിന്റെ പ്രീതി വാത്സല്യവും ആർദ്രതാ കരുണയും ഞങ്ങളുടെ മേലുണ്ടായിരിക്കണമേ. നീ കൃപയുള്ള കർത്താവാകിയാൽ നിന്റെ പ്രമാണങ്ങളുടെ വഴി ഞങ്ങളെ പഠിപ്പിച്ച് അതിൽ ഞങ്ങളെ നടത്തണമേ. പരിശുദ്ധനായ കർത്താവേ, നിന്റെ പ്രകാശത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഇന്നേ ദിവസം ഞങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലനന്മകളും ഞങ്ങളുടെ മേൽ വർഷിക്കുകയും ചെയ്യണമേ. സ്തുതിയും ബഹുമാനം ആധിപത്യം നിനക്ക് യോഗ്യമായിരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കണ്ണുകളും അപേക്ഷിക്കണം. അനുഗ്രഹിക്കണമായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. മഹത്വമായ സ്ലിമായുടെ ബലത്താൽ തിരുസഭയെ വീണ്ടെടുക്കുകയും രക്ഷാകരമായ അർത്ഥത്തിൽ സ്വന്തം അവകാശമായ ആട്ടിൻകൂട്ടത്തെ സന്തോഷിപ്പിക്കുകയും സിദ്ധാസമാധാനത്താൽ ശിഷ്യന്മാരെ സമാധാനപ്പെടുത്തുകയും മഹത്വ ദർശനത്താൽ സ്ത്രീഹന്മാരെ ഉറപ്പിക്കുകയും ചെയ്ത അരിഷ്ടാവായ മെസ്സിയാ തമ്പുരാന് പ്രാർത്ഥനാ നേരത്തും നമ്മുടെ ആയുസ്സിൽ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനം യോഗ്യമായിരിക്കും, ഇപ്പോഴും എന്നേക്കും തന്നെ. സാക്ഷാൽ തിരുസ്വരൂപനായ ദൈവമേ, നിന്റെ പ്രത്യക്ഷതയാൽ സൃഷ്ടിയെ നീ പ്രകാശിപ്പിച്ചു. നിന്റെ വരവിനാൽ മരണമുള്ളവരായി ഞങ്ങളെ നീ രക്ഷിച്ചു. അദൃശ്യനായ ഞങ്ങളുടെ കർത്താവേ, നിന്റെ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുവാനും ജീവിപ്പിക്കുവാനുമായി തത്വഭേദം വരാതെ മനുഷ്യനായി അവതരിച്ചു. നിന്റെ മുഖശോഭയാൽ മരണനിഴലിൻ താഴ്വരയെ നീ പ്രകാശിപ്പിച്ചു. നിന്റെ കബറടക്കത്താൽ ഞങ്ങളുടെ കബറടക്കം നീ പ്രത്യാശാപൂർണമാക്കി തീർത്തു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ ഞങ്ങളെ ജീവിപ്പിച്ചു.
നിന്റെ ജയത്താൽ വീഴ്ചയിൽ നിന്ന് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചു. നിന്റെ മാഹാത്മ്യത്താൽ ഞങ്ങളുടെ ബലഹീനത നീ നീക്കി തന്നു. ആകയാൽ ഞങ്ങളുടെ മിശിഹാ തമ്പുരാനെ, ഞങ്ങളുടെ രക്ഷയ്ക്കായി നീ സാധിച്ച് തന്നിട്ടുള്ള വിവിധ സഹായങ്ങൾ നിമിത്തം സ്തുതിയുടെ ശബ്ദമുയർത്തി നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് യുദ്ധം ചെയ്യുന്ന ദൃശ്യരും അദൃശ്യരുമായ സകല ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ വിടുവിച്ച് രക്ഷിക്കണമേ. രക്ഷയുടെ ശ്രേഷ്ഠമായ പരിച ഞങ്ങൾക്ക് നൽകണമേ. കരുണയും സഹായവും നിറഞ്ഞിരിക്കുന്ന നിന്റെ ബലമുള്ള വലങ്കയാൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിനക്ക് പ്രസാദകരമായ വിശുദ്ധിയുള്ള അവസാനത്തിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുകയും ചെയ്യണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റും. ഹോശോ വബുക്കുൽ സ്ബാനിൽ ആൽമീൻ. രാഹുൽത്തായുടെ മുകളിൽ യാഗമായി അർപ്പിക്കപ്പെടുകയും കുരിശിലെ മരണത്താൽ ലോകത്തിന്റെ വൃത്തത്തെ പരിഹരിക്കുകയും ചെയ്ത പാപപരിഹാര ബലിയും നിരപ്പുണ്ടാക്കുന്ന ധൂപവുമായ കർത്താവേ, നിന്റെ മനുഷ്യ സ്നേഹത്താൽ നിന്റെ ബഹുമാനത്തിന്റെ മഹാപരിശുദ്ധ സ്ഥലത്തേക്ക് ഞങ്ങളെ പ്രവേശിക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ കാരണത്താൽ ഞങ്ങളെ ഉപേക്ഷയും പാപങ്ങൾക്ക് മോചനവും നൽകണമേ. നിന്റെ നാമത്തിന് ഉദകത്തക്കൊള്ളത്തിൽ ഞങ്ങളുടെ ജീവിതം ശരിപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് നീ സഹായിക്കുകയും ചെയ്യണമേ. ദേവജാതനെ നിന്നുയർപ്പാൽ സഭയെ നീന്തോനെ നിന്യജാതയരുമി ക്രൂശാലതിനെ കാത്തിടേണമേ. മറ്റു ഏറ്റമല്ലൻ ക്രൂശേ നിദ്ര കൊണ്ട് മൂന്നാം നാൾ താനുണന്നു ബലവാൻ താനുയർത്തേരുന്നു തേജസ്സോടെ. നിന്നോറിവരെ യോജിപ്പിച്ചോനേ സ്വാസ്ഥ്യം തീരുസഭയ്ക്കരുളി സ്ലീബായാൽ കാത്തിരണമേ. ഭാഗ്യവാനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നും ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചുമിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിക്കുന്നത് പോലെ ആകുന്നു. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിയാകുന്ന ബലികൾ കർത്താവിന് കഴിപ്പീൻ. കാഴ്ചകളെടുത്ത് തന്റെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധിയിൽ അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പീൻ. സഹോദരന്മാരെ, നാം അടക്കത്തോട് ഭയത്തോടും മുണക്കത്തോട് ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ
ദൈവത്തിന്റെ ജീവനുള്ള ജനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും അറിയിക്കുന്ന മർക്കോസ് എവൻഗലിസ്തൻ എഴുതിയ ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ. വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ജനമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ നടപടിയുടെ കാലത്ത് അവൻ ഇപ്രകാരം ഉപദേശിച്ചു. അനന്തരം അവൻ പന്തിരുവരെ അടുക്ക് വിളിച്ചു, അവരെ ഈ രണ്ടായി അയച്ചു തുടങ്ങി. അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു. അവർ വഴിക്ക് വടിയല്ലാതെ ഒന്നും എടുക്കരുത്, അപ്പവും പൊക്കണവും മടിശീലയിൽ കാശും അരുത്, ചെരുപ്പ് ഇട്ടുകൊള്ളാം, 2 വസ്ത്രം ധരിക്കരുത് എന്നിങ്ങനെ അവരോട് കൽപ്പിച്ചു. നിങ്ങൾ എവിടെയെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ അവിടം വിട്ട് പുറപ്പെടുവോളും അതിൽ തന്നെ പാർപ്പിൻ. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ അവിടം വിട്ടു പോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി അവർക്ക് സാക്ഷ്യത്തിനായി കുടഞ്ഞുകളവിനെന്നും അവരോട് പറഞ്ഞു. അങ്ങനെ അവർ പുറപ്പെട്ടു മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചു. വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റുപറയാം. പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും സകലത്തിന്റെ സൃഷ്ടാവുമായ സത്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും പ്രകാശവും സത്യത്തിലുള്ള സത്യവും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ജീവനും വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഒന്ന് മാത്രം ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചെടുത്തേൽപ്പിനും പരിപാടി ലോകത്തിലെ പുതുജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആമേൻ. സ്തോത്ര പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. തങ്ങളുടെ ആയുസ്സിൽ പുതിയ വർഷങ്ങളിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ജന്മദിന സ്തോത്ര പ്രാർത്ഥനയ്ക്കായി അതാതിടങ്ങളിൽ ഒരുങ്ങാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം
ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. കർത്താവേ, ഞങ്ങളുടെ കാൽ വഴുതുവാൻ അനുവദിക്കാതെ, ഞങ്ങളുടെ ജീവിതത്തിനു മേൽ മയങ്ങാതെ ഉറങ്ങാതെ നിതാന്തമായ കാവലായിരിക്കുന്ന നിന്റെ സ്നേഹം ഓർത്ത് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളും ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ ക്ഷേമമായി പരിപാലിക്കുന്ന നിന്റെ കൃപകൾക്കായി സ്തോത്രം. നീ ഞങ്ങളുടെ ഇടയനാകുന്നുവെന്നും ഞങ്ങൾക്ക് മുട്ടുണ്ടാകുകയില്ല എന്നും പച്ചയായ പുൽപ്പുറവും സ്വസ്ഥമായ ജലതീരവും വിശ്രമവും ഞങ്ങൾക്കെപ്പോഴും ഉറപ്പാക്കുന്ന ദൈവം അവിടുന്നാണ് എന്നും അറിവാൻ ഞങ്ങളെ നീ സഹായിക്കുന്നതോർത്ത് സ്തോത്രം. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഒരനർത്ഥവും ഭയപ്പെടാതെ വണ്ണം ഞങ്ങളുടെ കൈകളിൽ മുറുകെ പിടിച്ച് ഞങ്ങളെ പരിപാലിക്കുന്ന വഴി നടത്തുന്ന നിന്റെ സ്നേഹത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നിന്റെ നന്മയും കരുണയും ഞങ്ങളെ പിന്തുടരുന്നു എന്ന അറിവിലും അടിയങ്ങളെ എന്നും കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയുസ്സിൽ പുതിയ വർഷങ്ങളിലേക്ക് പ്രവേശിക്കുന്ന നിന്റെ മക്കളെ എല്ലാം ഓർത്ത് അങ്ങേക്ക് സ്തോത്രം. എത്ര അത്ഭുതകരമാണ് നിന്റെ പരിപാലനം എന്നോർത്ത് വീണ്ടും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ അദൃശ്യമായ കരങ്ങളെ നിന്റെ മക്കളിലേക്ക് നീട്ടണമേ. അവരുടെ മേൽ അവിടുത്തെ കരം വെച്ച് അനുഗ്രഹിച്ച് പുതുവർഷം ഏറ്റവും അനുഗ്രഹത്തിന്റെയും അർത്ഥപൂർണതയുടെയും വർഷമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്ലേശങ്ങളിലൊക്കെ ഉള്ളവരെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ചുമട് ലഘുവും ഞങ്ങളുടെ നുകം മൃദുവുമാക്കി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന എല്ലാ ബന്ധങ്ങളെയും ആശീർവദിക്കണമേ. നിന്റെ സ്ഥാനപതികളായി നിന്റെ സ്നേഹത്തെയും നിന്റെ സമാധാനത്തെയും കർത്താവെ, അങ്ങയുടെ നീതിയെയും ലോകത്തിന് പങ്കിടുന്നവരായി ഞങ്ങളെയൊക്കെ നീ ആക്കി തീർക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ നാമത്തിൽ നിങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. തങ്ങളുടെ വിവാഹ ജീവിതത്തിൽ പുതിയ വർഷങ്ങളിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വിവാഹ വാർഷിക സ്തോത്ര പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. അതാതിടങ്ങളിൽ കണ്ണുകളെ അടച്ച് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഇപ്പോൾ ഫിലിപ്പ് വർഗീസ് അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. പ്രാർത്ഥിക്കാം. യഹോവ എനിക്ക് സകല ഉപകാരങ്ങൾക്കും ഞാൻ അവനെന്ത് പകരം കൊടുക്കും? എൻ്റെ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുക കഴിക്കും. ഞങ്ങളുടെ സങ്കേതവും ബലവും കോട്ടയുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗപിതാവേ, കുടുംബജീവിതത്തിൽ കൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും അതിൻ്റെ ധന്യതയ്ക്കായിട്ടും ഞങ്ങൾ അങ്ങനെ മഹത്വപ്പെടുന്നു. ഈ ലോകത്തിൽ സ്വർഗരാജ്യത്തിന്റെ മാതൃക മറ്റുള്ളവർക്ക് കാണിക്കുവാൻ സ്നേഹത്തിന്റെയും ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും വിനയത്തിന്റെയും ക്ഷമയുടെയും പരസ്പര ബന്ധങ്ങളുടെയും കരുതലിന്റെയും മാതൃക കാണിപ്പാൻ ഞങ്ങളെ കുടുംബങ്ങളായി ആക്കിയിരിക്കുന്നല്ലോ. മാതാപിതാക്കന്മാർ കുട്ടികൾക്ക് ലഭിച്ച വാത്സല്യത്തിനായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവയെ പരസ്പരം സ്നേഹിപ്പാനും കരുതുവാനും ഞങ്ങളുടേതായ ഭക്തി ജീവിതത്തിൽ കൂടെ ആ മാർഗത്തിൽ കൂടെ ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് നയിക്കാനും തുടർന്ന് സഹായിക്കണമേ. കുടുംബ ബന്ധത്തിന്റെ കെട്ടുറപ്പൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തിലാണല്ലോ ഞങ്ങൾ ജീവിക്കുന്നത്. പരസ്പരം സ്നേഹിപ്പാനും കരുതുവാനും ക്ഷമിക്കുവാനും ഒക്കെയുള്ള മനോഭാവം തുടർന്നും എല്ലാവർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ ആരാധിക്കുന്ന, അങ്ങേ സ്തുതിക്കുന്ന, ഒക്കെ മഹത്വം കരയേറ്റുന്ന കുടുംബങ്ങളായി ലോകത്തിന്റെ വെളിച്ചങ്ങളായി തുടർന്നും സുഹിപ്പാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുത്തെ കാര്യങ്ങളെടുത്ത് ഉപയോഗിക്കണമേ. പ്രത്യേകിച്ച് അങ്ങയിൽ നിന്ന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത്, പ്രത്യേകിച്ചും കഴിഞ്ഞ വർഷം അങ്ങ് അനുഗ്രഹകരമായി അതിശയമായി നടത്തിയ അവിടുത്തെ വഴികളെ ഓർത്ത് അങ്ങേ സ്തുതിപ്പാൻ, അവിടുത്തെ സന്നിധിയിൽ വന്ന് അവിടുത്തെ മുഖത്തേക്ക് നോക്കി വിളിക്കുന്നതായിട്ടുള്ള ഞങ്ങളുടെ ദാസരെ കരുണയോടെ കടാക്ഷിക്കണമേ. അപത്തനങ്ങൾ രോഗദുഃഖാദികളിൽ നിന്നൊക്കെ വിടുവിച്ച് രാവിലെ സമയം അങ്ങേ മഹത്വം കരയേറ്റുവാൻ എൻ്റെ മക്കളെ സഹായിച്ചതിനെ ഓർത്താണ് അങ്ങ് സ്തുതിക്കുന്നു. പുതിയ വർഷം എല്ലാ രീതിയിലും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും വർഷമാക്കി തീർക്കണമേ. വളരെയധികം വെല്ലുവിളികളുള്ള, പ്രതിബന്ധങ്ങളുള്ള, പ്രതിസന്ധികളുള്ള ഒരു ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുന്നു. ഇവിടെ കർത്താവെ,
അങ്ങ് സഹായകനായി കൂടെ ഉണ്ടെന്ന് ഓർക്കുവാനും ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സ്നേഹിക്കുന്നുള്ള യേശുവയുടെ വലിയ തീരുമാനം തുടർന്നും ജീവിതത്തെ പ്രാവർത്തികമാക്കി മുൻപോട്ട് പോകാനും എൻ്റെ മക്കളെ സഹായിക്കണമേ. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ അങ്ങയുടെ വിശ്വസ്തയെ ചോദ്യം ചെയ്യുന്നതിനും അവയെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ അങ്ങേ മറന്നു പോകുന്നതിനും ആർക്കൂടെ ആക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെ ഇന്നും നിന്നേക്ക് മന്നനായി അങ്ങൂടെ ഉണ്ടെന്നുള്ള വലിയ ഉറപ്പ് മുൻപോട്ട് ഇടയാക്കണമേ. അവയെ മക്കളുടെ കുടുംബജീവിതത്തിന്റെ പുതിയ വർഷം എല്ലാ രീതിയിലും അനുഗ്രഹത്തിന്റെ നന്മയുടെയും വർഷമാക്കിയിട്ടുണ്ട് പ്രാർത്ഥിക്കുന്നു. അവയെ ജോലിയിലായിരിക്കുന്നവർ ഇന്ന് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കാൻ സാധിക്കാതെ വിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ കടന്നു പോകുന്നവരൊക്കെ ഓർക്കുന്നു. പ്രത്യേക സാന്നിധ്യം അവരോടുകൂടി ഉണ്ടായിരിക്കണേ. മക്കളുടെ പ്രിയപ്പെട്ടവരൊക്കെ അനുഗ്രഹിക്കണമേ. ഇടവയായി നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരണങ്ങളാൽ നിന്റെ മക്കളെ മുൻപോട്ട് നയിക്കുകയും നിങ്ങളുടെ മഹത്വം കണ്ട് അവരെ ചൂട് മുൻപോട്ട് വെക്കാൻ കുടുംബങ്ങളെ അവരെ സഹായിക്കുകയും ചെയ്യണമെന്ന് യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഇപ്പോൾ പാരിഷ് സെക്രട്ടറി മിസ്റ്റർ ഷാജൻ ജോർജ് ഈ ആഴ്ചത്തെ പള്ളിയുടെ ശുശ്രൂഷകളെ സംബന്ധിക്കുന്ന അറിയിപ്പുകൾ പ്രസ്താവിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ ഞായറാഴ്ച രാവിലെ നമുക്ക് ഒന്നിച്ച് വെർച്വലായിട്ട് ദൈവത്തെ ആരാധിക്കാൻ ലഭിച്ച അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരോടുള്ള പ്രത്യേക സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. അതുപോലെ പ്രത്യേകിച്ച് ഇന്ന് വചനത്തിൽ നിന്ന് നമ്മളോട് സംസാരിക്കുന്ന ജോർജ് വർഗീസ് അച്ഛനോടുള്ള പ്രത്യേക സ്നേഹം ഈ അവസരത്തിൽ അറിയിക്കട്ടെ. അതുപോലെ ഇന്ന് ഈ വർഷിപ്പ് സർവീസിന് വിവിധ രീതികളിൽ നേതൃത്വം നൽകുന്ന ഷുഗർലാൻഡ് ഏരിയ പ്രയർ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിനോടും ഉള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അനൗൺസ്മെന്റ്സ്. Next Sunday, July 26, we will have English Divine Service starting at 9 a.m. and this will be streamed through our YouTube channel. Next Sunday, Galveston and other area will be in charge of assisting and reading the lessons. Parish Day celebrations. Next Sunday, July 26, we will be celebrating our Parish Day. Our diocesan bishop, Right Reverend Dr. Isaac Mar Felix Nos Episcopa, will deliver the message during the worship service. The Parish Day meeting will be held immediately after the worship service. On this Parish Day, we will be honoring those who have received important academic achievements this year, like a valedictorian, saltarian, and PhD, etc. If you belong to any of these recognition category, please notify the vicar or to myself on or before July 23rd, Thursday. Also, we will be honoring the seniors who have completed 70 years since the last Parish Day, and those who have been honored so far but completed 70 years also send their names to the vicar or to the secretary before July 23rd, Thursday. നമ്മുടെ സീനിയേഴ്സ് 70 വയസ്സായ സീനിയേഴ്സിനെ ഓണർ ചെയ്യുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരിക്കുന്നതാണ്. സീനിയേഴ്സ് കഴിഞ്ഞ പാരിഷ് ഡേയിന് ശേഷം 70 വയസ്സ് പൂർത്തിയായ സീനിയേഴ്സ് പ്രത്യേകിച്ച് അറിയിക്കണമെന്ന് അറിയിക്കുന്നു. അത് വെർച്വലായിട്ട് ഓണർ ചെയ്യുന്നതായിരിക്കും. പൊന്നാട വെർച്വലായിട്ട് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് പിന്നീട് ഒരവസരത്തിൽ അത് നൽകുന്നതായിരിക്കും. Fasting prayer, as usual, fasting prayer will be this Friday, July 24th, 9:30 a.m. Sunday school. Mark your calendars. Virtual VBS is this week from Thursday to Saturday, July 23rd to 25th. Don't forget about VBS kit. Pick up this weekend at church. Follow the email we sent earlier this week for specifics and for more details on dates, times, locations for pickups. Also, we will find access
to each day's VBS content posted on the link provided in the email that was sent to the registrant. If you want to still register, there is still time. Just email the Trinity Sunday School. Please consider donating to our Sunday School. Even though we are facing new challenges, we want to adjust with the times and keep Sunday School as fun and memorable as possible. If you would like to donate, please send a check to Stacy or through Venmo at Trinity MTCSS. Idav Mission, Marthoma Voluntary Evangelist Association Southwest Region monthly prayer meeting by Zoom on July 20th, Monday, which is tomorrow, 8:30 p.m. Reverend Thomas Matthew P., Marthoma Church of Carrollton, Dallas, will give the message from the scripture, requesting everyone's prayerful participation at this meeting. Idav Mission regular prayer meeting will be held on July 24th, Friday, 7:30 p.m. Seviya Sangam regular prayer meeting will be held Thursday, July 23rd, 7:30 p.m. Please plan to participate in this prayer. Young Family Fellowship, a monthly meeting of Young Family Fellowship will be held on July 25th, Saturday, 7 p.m. We will continue our Bible study on Colossians. All Young Family members are requested to attend this meeting. Healthcare Workers Meeting. Healthcare Workers special prayer meeting will be held today, 7 p.m. The speaker will be our Rina Kochama. So please plan to participate. This meeting is open to everyone, not just the healthcare workers, but everyone can attend this meeting. ICECH. ICECH is planning to conduct a youth retreat on Saturday, July 25th from 9:30 a.m. to 12 p.m. The topic of the retreat is facing pandemic with a faith perspective. Reverend Dr. Joe Joseph Kurula is the guest speaker for this retreat. Please encourage your youth members to attend this retreat. This retreat meeting will be on the online, and the details will send later. ICECH is also planning to conduct a second Bible course on Saturday, August 29th from 10 a.m. to 12 noon. Please check the announcement email for the general instructions to register for this Bible course. Last week's offertory, general offertory, $950, birthday, $681, wedding anniversary, $150. Condolences, Mrs. Mariama Isaac, 100 years old, mother of our Right Reverend Dr. Isaac Mar Felix Nos Episcopa, was called to eternity. The details of the funeral will be informed later. Kindly uphold Tirumeni and the bereaved family in your prayers. The Vigar Executive Committee and the whole Trinity family express our prayers and condolences to Tirumeni and all the family members. Mr. T. Givargis, 65 years old, father of Mrs. Linda Gino, wife of Gino Picherian, Missouri City and Stafford area, received the heavenly call, and I request you to uphold the bereaved family in your prayers. Mr. Varghese Matthew, 77 years old, father of Mrs. Morgan Matthew, wife of Mr. Joseph Matthew, Joe of Pearland West Area Prayer Group, received the heavenly call at his residence in Pearland. The funeral service will be held later at the CSI Church in Houston. I request you all to uphold the bereaved family in your prayers. On behalf of the Trinity Church, we will congratulate and wish you best wishes to Right Reverend Dr. Givargis Mar Theodosius Sorogan, Metropolitan. On behalf of the parish, we wish all the best, Tirumeni, and may our Lord continue to keep Tirumeni in his providence.
As a parish, we wish Tirumeni well in his ministry and assure our prayers. Thank you and have a blessed week. Thank you. Good morning. Praise the Lord. ഈ നല്ല ദിവസത്തിന് വീണ്ടും ദൈവത്തിന് നന്ദി പറയുന്നു. ശരീരാത്മദേഹികളിൽ ബലത്തോടെ ഈ ആരാധനയിൽ സംബന്ധിപ്പാൻ നമ്മെ എല്ലാവരെയും അനുവദിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഇന്ന് സഭയായി ഒന്നിച്ച് നാം ദൈവത്തിൻ്റെ സ്ഥാനപതികൾ എന്നുള്ള വളരെ അർത്ഥഗംഭീരമായ വിഷയത്തെ അധികരിച്ച് ചിന്തിക്കുന്നതായ ദിവസമാണ്. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൽ സ്ഥാനപതികളായി അയക്കപ്പെട്ടവരാണ് ഓരോ സഭാംഗവും എന്നുള്ള ദർശനം സഭയുടെ വളരെ അടിസ്ഥാനപരമായ സുവിശേഷ കാഴ്ചപ്പാടാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിലേക്ക് ജീവിച്ചുയരുന്നവരായിരിക്കാൻ ഓരോ സഭാംഗവും പ്രത്യേകമായി വിളിക്കപ്പെടുന്നു എന്ന് ഈ ദിവസവും വേദവായനകളും തുടർന്ന് നടക്കുന്ന ധ്യാനവും ഒക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് അതിലേക്കുള്ള നമ്മുടെ സമർപ്പണത്തെ പുതുക്കുന്ന ഒരു നേരം കൂടിയായി ഈ ആരാധനയുടെ നിമിഷങ്ങളെ നമുക്ക് അനുഭവിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് തിരുവചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് ഏവർക്കും ഏറ്റവും പ്രിയവും ബഹുമാനവുമുള്ള ജോർജ് വർഗീസ് അച്ഛനാണ്. കഴിഞ്ഞ 2-3 മാസക്കാലമായി അച്ഛൻ നമ്മോടൊപ്പം ഉണ്ട്. വിവിധങ്ങളായ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. അനുഗ്രഹീതമായ ദൈവവചനത്തിൻ്റെ പങ്കിടൽ നമ്മെ ഏവരെയും ജീവിതത്തിലെ മുമ്പൊന്നും ഉണ്ടായിട്ടില്ലാത്ത വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ബലപ്പെടുത്തുന്നു. അച്ഛൻ്റെ സാന്നിധ്യത്തിനും നേതൃത്വത്തിനുമായി പ്രത്യേകമായി ദൈവത്തെ സ്തുതിക്കുന്നു. അച്ഛനോടുള്ള സന്തോഷവും കടപ്പാടും അറിയിക്കുന്നു. ഏറ്റവും സന്തോഷത്തോടും പ്രാർത്ഥനയോടും ഇന്ന് നമ്മുടെ ഈ കൂട്ടായ്മയിലേക്കും ആരാധനയിലേക്കും അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. എനിക്ക് എത്രയും ബഹുമാനമുള്ള ഇടവക വികാരി ജേക്കബ് പി തോമസ് അച്ഛൻ, പ്രിയപ്പെട്ട റോഷൻ അച്ഛൻ, ഞാൻ ഗുരുസ്ഥാനം നൽകിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ഫിലിപ്പ് വറീസ് അച്ഛൻ, ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം ആദ്യമായിട്ട് ഞാൻ അറിയിക്കുകയാണ്. ഈ ഞായറാഴ്ച രാവിലത്തെ ആരാധനയിൽ ദൈവവചനത്തിൽ നിന്നും നിങ്ങളോട് ചില ചിന്തകൾ പങ്കുവയ്ക്കുവാൻ എനിക്ക് നിയോഗം നൽകിയ ബഹുമാനപ്പെട്ട ജേക്കബ് പി തോമസ് അച്ഛനോടും റോഷൻ അച്ഛനോടും പ്രിയപ്പെട്ട ഫിലിപ്പ് വറീസ് അച്ഛനോടും ഈ ലൈനിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ ആദ്യമായിട്ട് അറിയിക്കട്ടെ. ഇന്ന് സഭയായിട്ട് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പ്രിയപ്പെട്ട ജേക്കബ് പി തോമസ് അച്ഛൻ പ്രാരംഭത്തിൽ നമ്മെ ഓർപ്പിച്ചല്ലോ. വളരെ അർത്ഥവത്തായ ഒരു ചിന്താ വിഷയമാണ് ഇന്ന് സഭയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പീപ്പിൾ ഓഫ് ഗോഡ്, അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. അതായത് ദൈവജനം, ക്രിസ്തുവിന്റെ സ്ഥാനാപതികൾ എന്നതാണ്. We are the ambassadors of Christ. പ്രാരംഭമായിട്ട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഒരു സ്ഥാനാപതി അഥവാ അംബാസിഡർ എപ്പോഴും അയച്ച രാജ്യത്തോട് വിധേയത്വവും
വിശ്വസ്തതയും കൂറും പുലർത്തണം എന്നുള്ളതാണ്. ഒരു രാജ്യത്തെ പ്രസിഡന്റ് വിവിധ രാജ്യങ്ങളിൽ നിന്നും ആ രാജ്യത്ത് പ്രവർത്തിക്കുന്ന അംബാസിഡർമാരെ ഒന്നിച്ചു കൂട്ടി. ആ മീറ്റിംഗിൽ ഈ പ്രസിഡന്റ് ഒരു ഭൂലോകത്തിന്റെ ഗ്ലോബ് എടുത്ത് അവരുടെ മുമ്പിൽ വെച്ചതിന് ശേഷം ഈ അംബാസിഡേഴ്സിനോട് പറഞ്ഞു, നിങ്ങൾ മുന്നോട്ട് വന്ന് നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള രാജ്യം കാണിക്കണം എന്ന് പറഞ്ഞു. അവർ ഓരോരുത്തരുമായിട്ട് മുന്നോട്ട് വന്നു. ഓരോരുത്തരെ ഓരോ രാജ്യം കാണിച്ചു താല്പര്യമുള്ളത്. അമേരിക്കക്കാരൻ ഇസ്രായേൽ രാജ്യം കാണിച്ചു, ഇന്ത്യക്കാരൻ അമേരിക്ക കാണിച്ചു, ചൈനക്കാരൻ കൊറിയ കാണിച്ചു, പാകിസ്ഥാൻകാരൻ ചൈന കാണിച്ചു. അങ്ങനെ വിവിധ രാജ്യങ്ങൾ. എല്ലാവരും ഓരോ രാജ്യങ്ങൾ താല്പര്യമുള്ളത് കാണിച്ചു കഴിഞ്ഞ് ഈ പ്രസിഡന്റ് അവരോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും എന്നെ നിരാശപ്പെടുത്തി. കാരണം ഞാൻ എന്തിനാണ് ഇത് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് നിങ്ങളെ അയച്ച രാജ്യത്തോട് കൂറുണ്ടോ എന്ന് പരീക്ഷിക്കുന്നതിനായിരുന്നു. ഞാൻ വിചാരിച്ചത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ അയച്ച രാജ്യത്തെ നിങ്ങൾ കാണിക്കും എന്നാണ്. ക്രിസ്തുവിന്റെ സ്ഥാനാപതികളായ നാമും നമ്മെ വിളിച്ചവനോട്, നമ്മെ അയച്ചവനോട് കൂറും താല്പര്യവും ഉള്ളവരായിരിക്കണം എന്ന്, അല്ലെങ്കിൽ കൂറും താല്പര്യവും ഉള്ളവരാണോ എന്ന് ഒന്ന് ആത്മശോധന ചെയ്യുവാൻ ഇന്നത്തെ നമ്മുടെ വചന ധ്യാനം മുഖാന്തരം ആകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു നിമിഷം ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ദൈവവചന ധ്യാനം ഞങ്ങളോട് എന്ത് ആവശ്യപ്പെടുന്നുവോ അത് അങ്ങേക്ക് സമർപ്പിക്കുവാനും ദൈവവചനം ഞങ്ങൾ എപ്രകാരമായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവോ അപ്രകാരമായിരിക്കാനും ഞങ്ങളെ നീ സഹായിക്കണം. ബലഹീനനായ അടിയന്റെ വായിലെ വാക്കുകൾ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ധ്യാനങ്ങൾ അങ്ങേക്ക് പ്രസാദകരം ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ പത്രോസിനെ പുനർവിളിക്കുന്ന ഭാഗമാണ്. റീകോളിംഗ് ഓഫ് പീറ്റർ. പത്രോസിനെ വീണ്ടും കർത്താവ് വിളിക്കുമ്പോൾ കർത്താവ് പത്രോസിനോട് ചോദിച്ചു, നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? 1 അല്ല 2 അല്ല 3 പ്രാവശ്യം ചോദിച്ചു. വാസ്തവത്തിൽ എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്നുള്ള നിയോഗം പത്രോസിനെ യേശുക്രിസ്തു ഭരമേൽപ്പിച്ചത് തന്നോട് സ്നേഹമുണ്ടോ എന്നത് ഉറപ്പുവരുത്തുകയും ചെയ്തതിനു ശേഷമാണ്. 3 കാര്യങ്ങൾ നമ്മൾ വായിച്ച ഈ വേദഭാഗത്ത് നിന്നും, പ്രത്യേകിച്ച് ഗോസ്പൽ പോർഷനായിട്ട് വായിച്ച മർക്കോസിന്റെ സുവിശേഷം 6 അധ്യായം 7 മുതൽ 13 വരെയുള്ള ഭാഗത്തു നിന്നും നിങ്ങളെ ഓർപ്പിക്കുവാനാണ് ഞാൻ ഈ ധ്യാനത്തിങ്കൽ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഇത് അതോറിറ്റി ഓഫ് ദി അംബാസിഡർ, അതായത് സ്ഥാനാപതിയുടെ അധികാരം. രണ്ടാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഇത് അഥന്റിസിറ്റി ഓഫ് ദി അംബാസിഡർ, സ്ഥാനാപതിയുടെ ആധികാരികത. മൂന്നാമത് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കുവാനുള്ളത്, ഇത് ആക്ടിവിറ്റി ഓഫ് ദി അംബാസിഡർ, അഥവാ സ്ഥാനാപതിയുടെ അനുവർത്തനം അഥവാ പ്രവർത്തനം. ഒരു സ്ഥാനാപതി
എഫിഷ്യന്റ് ആൻഡ് ഇഫക്റ്റീവ് ആകുന്നത് ഈ 3 കാര്യങ്ങളുടെ വ്യക്തതയിലാണ്. ഈ 3 കാര്യങ്ങൾ താന് വ്യക്തമായി മനസ്സിലാക്കുമ്പോഴാണ് എഫിഷ്യന്റ് ആൻഡ് ഇഫക്റ്റീവ് ആകുന്നത്. ഒന്നാമതായിട്ട് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് ദ അതോറിറ്റി ഓഫ് ദി അംബാസിഡർ. എന്താ അധികാരമാണ് സ്ഥാനാപതികൾക്ക് ഉണ്ടായിരിക്കേണ്ടത്? മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 7 മുതൽ നമ്മൾ വായിക്കുന്നു. അനന്തരം അവൻ 12 വരെ അടുക്ക വിളിച്ചു, അവരെ 2 അയച്ചു തുടങ്ങി. അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു. അവർ വഴിക്ക് വടിയല്ലാതെ ഒന്നും എടുക്കരുത്, അപ്പവും വക്രണവും മടിശീലയിൽ കാശുമരുത്, ചെരുപ്പിട്ട് കൊള്ളുക, 2 വസ്ത്രം ധരിക്കരുത് എന്നിങ്ങനെ അവരോട് പറഞ്ഞു. തുടർന്നുള്ള വേദഭാഗം ബഹുമാനപ്പെട്ട ജേക്കബ് പി തോമസ് വായിച്ചതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. നാം ഈ വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് 3 കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും. ഒന്ന്, he called and they followed. അവൻ വിളിച്ചു, അവർ അനുഗമിച്ചു. അവൻ വിളിച്ചു, അവർ വിളി കേട്ടു, അവനെ പിൻപറ്റി. രണ്ടാമതായിട്ട് he sent and they went. അവൻ അയച്ചു, അവർ പോയി. മൂന്നാമതായിട്ട് he instructed and they accepted and acknowledged it. വിളിച്ചു, അയച്ചു, നിർദ്ദേശിച്ചു. പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ ഒരു അംബാസിഡർ ഓർത്തിരിക്കേണ്ട ഏറ്റവും ഗണനീയമായ കാര്യങ്ങളാണ് നാം ഇവിടെ ചിന്തിച്ചത്. വിളിച്ചവൻ, അയച്ചവൻ, നിർദ്ദേശങ്ങൾ നൽകിയവൻ. നമ്മൾ ഈ വിളിയെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ, it is not just an outward call. It is not a common call. Even it is not a public call. It is purely a personal call. ദാഹിക്കുന്ന ഏവരും എന്റെ അടുക്കൽ വന്ന് കുടിക്കുവീൻ എന്ന് പറഞ്ഞപ്പോൾ അനുഗമിച്ചതല്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ എന്ന് പറഞ്ഞത് കേട്ട് വന്നതല്ല. അവൻ അവരെ നേരിട്ട് മുഖാമുഖം വിളിച്ചതാണ്. ഇന്ന് ഒരു മനുഷ്യൻ ദൈവരാജ്യത്തിലേക്കും ദൈവിക ശുശ്രൂഷയിലേക്കും വിളിക്കപ്പെടുന്നത് ദൈവവചനം കേട്ടും സത്യസുവിശേഷം കേട്ടുമാണ്. കേൾക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ഈ വിളി അനുസരിക്കുന്നതും അയക്കപ്പെടാൻ താല്പര്യപ്പെടുന്നതും. എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം ഈ വിളി എന്നത് ശ്രദ്ധേയമാണ്? ചിലരെ മാത്രം എന്തുകൊണ്ടാണ് വിളിച്ച് അയക്കുന്നത്? ദൈവവചനം നാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. വിളിക്കപ്പെട്ടവരും അയക്കപ്പെട്ടവരും ലോകസ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ലോകസ്ഥാപനത്തിന് മുമ്പേ അവരെ സെലക്ട് ചെയ്തവരും ഇലക്ട് ചെയ്തവരുമാണ്. യേശു നഥനയേലിനെ വിളിക്കുമ്പോൾ എന്നെ അനുഗമിക്കുക എന്ന് നഥനയേലിനോട് പറഞ്ഞപ്പോൾ നഥനയേൽ യേശുവിനോട് ചോദിച്ചു, യേശുവേ, നിനക്ക് എങ്ങനെ എന്നെ അറിയാം? അപ്പോൾ യേശു നഥനയേലിനോട് പറഞ്ഞു, എനിക്ക് നിന്നെ നേരത്തെ അറിയാം. എന്റെ ചിന്ത കുറെ കൂടെ വ്യക്തമാകുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോഴാണ്. അവിടെ തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ഒരു വീട്ടുടയവൻ അനേകരെ
വിളിച്ചുകൊണ്ടുവരുന്നത് നമുക്ക് കാണാം. പല സമയങ്ങളിലാണ് അവരെ വിളിച്ചുകൊണ്ടുവരുന്നത്. ആ ദിവസത്തിന്റെ കുറെ വൈകിയപ്പോഴും അദ്ദേഹം ചന്തയിൽ ചെന്നപ്പോൾ കുറെ ആളുകൾ അവിടെ മെനക്കെട്ട് നിൽക്കുകയാണ്. ആ വീട്ടുടയൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ മെനക്കെട്ട് നിൽക്കുന്നത്? അവർ ആ വീട്ടുടയനോട് പറഞ്ഞു, ഞങ്ങളെ ആരും വിളിച്ചില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സ്ഥാനാപതികളായി ഈ ലോകത്തിൽ സുവിശേഷം ഘോഷിക്കുവാൻ എന്നെയും നിങ്ങളെയും വിളിച്ചുവെങ്കിൽ, എന്നെയും നിങ്ങളെയും അയച്ചുവെങ്കിൽ നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. വാസ്തവത്തിൽ ഇത് ഒരു പദവി എന്നതിനേക്കാൾ അതിൽ അടങ്ങിയിരിക്കുന്ന ഉത്തരവാദിത്വമാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എൻ്റെ ദൈവമേ, എന്നെ നീ എന്തുകൊണ്ടാണ് വിളിച്ചത്? എന്നേക്കാൾ യോഗ്യരായ അല്ലെങ്കിൽ ഇതിന് അർഹരായ എത്രയോ ആളുകൾ ഈ ലോകത്തിൽ ഉണ്ടായിരുന്നിട്ടും നീ എന്നെയാണല്ലോ വിളിച്ചത്. ഞാനത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. D.L. മോഡിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഈ അടുത്ത സമയത്ത് ഞാൻ വായിച്ചത്, D.L. മോഡി ഒരിക്കൽ ഒരു തെരുവിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ മദ്യപിച്ച് യാതൊരു ലെവലും ഇല്ലാതൊരു മനുഷ്യൻ ഇങ്ങനെ ആടി ആടി പോയിക്കൊണ്ടിരിക്കുന്നു. ആ മദ്യപിച്ച് യാതൊരു ലെവലും ഇല്ലാതെ ഇങ്ങനെ ആടി ആടി പോകുന്ന മനുഷ്യനെ കണ്ടുകൊണ്ട് D.L. മോഡി വിളിച്ചു പറഞ്ഞു, അതാ പോകുന്നു D.L. മോഡി, അതാ പോകുന്നു D.L. മോഡി. എന്നിട്ട് D.L. മോഡി പറഞ്ഞു, ഞാനും അപ്രകാരം ആകേണ്ടതായിരുന്നു, ഞാനും അപ്രകാരം ആകേണ്ടതായിരുന്നു. എന്നാൽ ദൈവം എന്നെ വിളിച്ചു, എന്നെ തെരഞ്ഞെടുത്തു, എന്നെ അയച്ചു, എന്നെ നിയോഗിച്ചു. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ അനുഗ്രഹകരമായ വേലയിൽ ആയിരിക്കുന്നു. എന്ത് അധികാരമാണ് നമുക്ക് ഈ വേലയ്ക്കായിട്ടുള്ളത്? നാം ദൈവവചനം വായിക്കുമ്പോൾ നാം ശ്രദ്ധിച്ചു കാണുന്ന എന്റെ വിചാരം, അനന്തരം അവൻ പന്തിരുവരെ. പ്രിയമുള്ളവരെ, അധികാരം എന്ന് പറയുന്നത് അടുപ്പത്തിൽ നിന്നുള്ളതാണ്. ആരോടുള്ള അടുപ്പം? യേശുവിനോടുള്ള അടുപ്പം. പൗലോസ് യൂദായിക്ക് എഴുതിയ ലേഖനം 1-2 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. പ്രിയമുള്ളവരെ, ഈ അടുപ്പം കാരണമാണ് നാം വിളിക്കപ്പെട്ടതും നാം സ്നേഹിക്കപ്പെടുന്നതും നാം സൂക്ഷിക്കപ്പെടുന്നതും എന്നോർക്കണം. ഈ അടുപ്പം കാരണമാണ് നമ്മെ വിളിച്ചതും നമ്മെ സംരക്ഷിക്കുന്നതും നമ്മെ സ്നേഹിക്കുന്നതും. അധികാരം ഒരിക്കലും അംശവടിയുടേതാകരുത്, അടുപ്പത്തിൻ്റെതാകണം. അധികാരം സൈന്യത്തിന്റെയോ അതിന്റെ ബഹുത്വത്തിൻ്റെതോ ആകരുത്, അപ്പത്തിന്റെയോ അർത്ഥത്തിന്റെയോ ആകരുത്. അവനുമായുള്ള അടുപ്പത്തിൻ്റെതാകണം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം, മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 7 നാം വായിക്കുന്നത്, അവൻ അവരെ അടുക്ക വിളിച്ചിട്ടാണ് അയച്ചത്. വിളിക്കപ്പെട്ടവരും അയക്കപ്പെടുന്നവരും എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ശുശ്രൂഷയുടെ ഉറവിടം എപ്പോഴും യേശു ആയിരിക്കണം. യേശുവാണ് നമ്മളെ വിളിച്ചതെന്നും യേശുവാണ് നമ്മളെ അയച്ചതെന്നും ഓർക്കണം. അതുകൊണ്ട് ഞാൻ എൻ്റെ ധ്യാനത്തിങ്കൽ വ്യക്തമായിട്ട് 1-2 കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കട്ടെ. അവൻ വിളിച്ചെങ്കിലേ അനുഗമിക്കാവൂ, അവൻ അയച്ചാലേ പോകാം. 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നല്ലോ, ദൈവം അബ്രഹാമിനെ വിളിച്ചു, അവൻ അനുഗ്രഹിക്കപ്പെട്ടു, അവൻ വിശ്വാസികളുടെ പിതാവായി. എന്നാൽ വേറൊരുത്തൻ അബ്രഹാമിന്റെ കൂടെ ഇറങ്ങിത്തിരിച്ചു. അത് മറ്റാരുമല്ല, ലോത്താണ്. വിളിക്കപ്പെട്ടവന്റെ കൂടെ ഇറങ്ങിത്തിരിച്ചതാണ്, കുഴപ്പമില്ല. എന്നാൽ അവന്റെ കയ്യിലിരിപ്പ് കൊണ്ട്
2 ശപിക്കപ്പെട്ട ജാതികളുടെ പിതാവ് ആകേണ്ടി വന്നു. പ്രിയമുള്ളവരെ, അമ്മ നേർന്നത് കൊണ്ട് ഇറങ്ങിത്തിരിക്കരുത്, അല്ലെങ്കിൽ മറ്റൊരു ജോലിയും കിട്ടാഞ്ഞത് കൊണ്ട് ഇറങ്ങിയേക്കാം എന്ന് വിചാരിക്കരുത്. അബ്രഹാം മാർത്തോമാ തിരുമേനിയുടെ അരികിൽ നമ്മുടെ തിരുവല്ലായിക്ക് അടുത്തു നിന്ന് ഒരു ആള് അരമനയെ ചെന്നിട്ട് തിരുമേനിയോട് പറഞ്ഞു, തിരുമേനി, എനിക്ക് 4-5 പിള്ളേരുണ്ട്, ഇവൻ ഒഴികെ, ഒരുത്തനെയും കൊണ്ടാ ചെന്നത്, മക്കളിൽ ഒരുത്തനെയും കൊണ്ട്, ഇവൻ ഒഴികെ ബാക്കി എല്ലാവരും നല്ല മിടുക്കന്മാരായിട്ട് പഠിച്ച് ഓരോരോ സ്ഥാനങ്ങളിലാണ്. ഇവൻ വേണ്ടവണ്ണം അങ്ങോട്ട് പഠിക്കുന്നില്ല, പഠിക്കാൻ വലിയ കഴിവും പ്രാപ്തിയൊന്നുമില്ല. ഞാൻ ഇവനെ സഭയ്ക്ക് തന്നേക്കാം. അബ്രഹാം മാർത്തോമാ തിരുമേനി ആ മനുഷ്യനോട് പറഞ്ഞത് ഇപ്രകാരമാണ്, ഇയാളുടെ ബുദ്ധിയുള്ള മക്കളിൽ ഒരാളെ സഭയ്ക്ക് തന്നാട്ടെ. ഞാൻ കേട്ടത് ആ മനുഷ്യൻ എത്രയും വേഗം അവിടുന്ന് സ്ഥലം വിട്ടെന്നാണ്. പ്രിയമുള്ളവരെ, അവൻ വിളിച്ചെങ്കിലേ വിളി കേട്ട് അവനെ അനുഗമിക്കാം. രണ്ടാമതായിട്ട്, അവൻ വിളിച്ചാൽ പോയേ. Call is not optional, but it is compulsory. ഞാൻ പട്ടണമേറ്റ് ആദ്യം ഞാൻ ബോംബെയിലാണ് പോയത്. ബോംബെയിലുള്ള ഒരു ഇടവഴി, അവിടെ എന്നെ 2-3 വർഷക്കാലം ശുശ്രൂഷകളിൽ സഹായിച്ച ഒരു KJ ജോസഫ് സാറുണ്ട്. നമ്മുടെ സഭയുടെ സെക്രട്ടറി ആയിരുന്ന, സഭാ സെക്രട്ടറി ആയിരുന്ന നരണം കാട്ടുനിലത്തെ KJ ഫിലിപ്പച്ചന്റെ സഹോദരനാണ് KJ ജോസഫ് സാർ. ഭാരത പെട്രോളിയത്തിലെ ഒരു ഉന്നതനായ ഉദ്യോഗസ്ഥൻ. ആ കാലത്ത് നല്ല ഹൈ സാലറി, വലിയ ക്വാർട്ടേഴ്സ്, എല്ലാ സൗകര്യങ്ങളും. അദ്ദേഹത്തിന്റെ ഒരു മകൻ ഉണ്ടായിരുന്നു, ഏക മകൻ. അവനെ സുവിശേഷ വേലയ്ക്ക് ജോസഫ് സാർ സമർപ്പിച്ചതാണ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആ കുടുംബത്തിന് സുവിശേഷ വേലയുടെ ഒരു വലിയ കണ്ടിന്യൂറ്റി ഉള്ളത് കൊണ്ടാണ്. എന്നാൽ 8ാം ക്ലാസ്സിൽ ഈ ഏക മകൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് ടൈഫോയിഡ് വന്ന് കഠിന ജ്വരം പ്രാപിച്ച് അവന്റെ ബ്രെയിന് ക്ഷതമായി പോയി. അവൻ 8ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി. പലപ്പോഴും KJ ജോസഫ് സാറിന്റെ ഓഫീസിൽ ഇരിക്കുമ്പോൾ താൻ വളരെയധികം ഭാരത്തോടെ ദൈവമുഖത്തേക്ക് പ്രാർത്ഥിക്കും. ദൈവമേ, ഞാൻ എൻ്റെ കുഞ്ഞിനെ സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ചിട്ട് അവനിങ്ങനെ രോഗിയായി പോയല്ലോ എന്ന മനോഭാരത്തോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം ജോസഫ് സാർ അങ്ങനെ ചിന്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി KJ ജോസഫ് സാറിനോട് പറഞ്ഞു, നീ നിന്റെ മകനെ ഓർത്ത് ഭാരപ്പെടുന്നല്ലോ, വൈ കാൻ യു, നിനക്ക് എന്തുകൊണ്ട് ഈ വേലയ്ക്ക് നിന്നെ തന്നെ സമർപ്പിച്ചുകൂടാ? ജോസഫ് സാറ് ഉടനെ തന്നെ ദൈവത്തോട് ചോദിച്ചു, ഞാനോ, ഇത്രയും ഉന്നതമായ ജോലി ഇരിക്കുന്ന ഞാനോ, ഇത്രയും വലിയ സാമ്പത്തികമായിട്ടുള്ള ഏർണിംഗ് ഉള്ള ഞാനോ, ഇത്രയും സൗകര്യങ്ങളൊക്കെ വിട്ട്, ഞാൻ ഈ ക്വാർട്ടേഴ്സും ഒക്കെ വിട്ട് ഞാൻ സുവിശേഷ വേലയ്ക്ക് പോവുക എന്ന് പറയുന്നത് ഈസ് ഇറ്റ് പ്രാക്ടിക്കൽ? പ്രിയമുള്ളവരെ, വീണ്ടും വീണ്ടും ദൈവത്തിന്റെ ശബ്ദം തന്റെ കാതിൽ മുഴങ്ങിയപ്പോൾ KJ ജോസഫ് സാറ് തന്റെ ജോലി രാജിവെച്ചു. ഞാൻ 1979 ജോസഫ് സാറിനെ ഞാൻ പരിചയപ്പെടുന്നത്. അന്ന് ബോംബെയിലെ ധാരാവിയിൽ അനേക പ്രാർത്ഥന കൂട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സുവിശേഷ മുന്നേറ്റമാണ് ധാരാവിയിൽ, ആ ചേരി പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ചില നാളുകൾക്ക് മുമ്പ് KJ ജോസഫ് സാർ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. എത്ര അനുഗ്രഹിക്കപ്പെട്ട വേല നിർവഹിച്ച ഒരു ദൈവദാസനാണെന്നറിയാമോ? വിളിച്ചാൽ വിളി കേട്ട് പോയെങ്കിലേ മതിയാകും. രണ്ടാമതായിട്ട്, ദ ഒതന്റിസിറ്റി ഓഫ് ദി അംബാസിഡർ. എന്താണ് വാസ്തവത്തിൽ ആധികാരികത? ആധികാരികത എന്ന് പറയുന്നത് നമ്മൾ യേശുക്രിസ്തുവിനോട് കാണിക്കുന്ന നമ്മുടെ സമർപ്പണമാണ്. അവർ ഡെഡിക്കേഷൻ ആൻഡ് ഡിവോഷൻ ടു ജീസസ് ക്രൈസ്റ്റ്. കൈസർ ഒരാളെ വിളിച്ചാൽ അയക്കുമ്പോൾ എല്ലാം കൊടുത്താണ് അയക്കുന്നത്.
എല്ലാ സന്നാഹങ്ങളോടുകൂടെയാണ് അയക്കുന്നത്. എന്നാൽ യേശു ഒന്നും കൊടുത്തല്ല വിട്ടത്. കുറച്ച് ഡൂസ് ആൻഡ് ഡോട്ട്സ്, കുറെ അരുതുകൾ, കുറെ ചെയ്യേണ്ട കാര്യങ്ങൾ. പക്ഷേ പ്രിയമുള്ളവരെ, അയക്കുന്നവന്റെ കയ്യിൽ ഒരു ഉറപ്പുണ്ട്. എന്താണെന്നറിയാമോ ഉറപ്പ്? ഐ വിൽ ബി വിത്ത് യു. ഞാൻ നിങ്ങളോട് കാണും, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പാണ്. കണക്ക് കൂട്ടിയും കാശ് കയ്യിൽ വെച്ചും പോകേണ്ടതല്ല ക്രിസ്തീയ ശുശ്രൂഷ. മൂന്നാമതായിട്ട്, ദ ആക്ടിവിറ്റി ഓഫ് ദി അംബാസിഡർ. ദ ആക്ടിവിറ്റി ഓഫ് ദി അംബാസിഡർ, ഒരു സ്ഥാനാപതിയുടെ അനുവർത്തനം അല്ലേ പ്രവർത്തനം. പ്രിയമുള്ളവരെ, ഒരു മനസ്സലിവിൽ നിന്നുള്ളതായിരിക്കണം ഒരു സ്ഥാനാപതിയുടെ പ്രവർത്തനങ്ങൾ. നാം യോജനത്തിൽ വായിച്ചല്ലോ, ഒരു വീട്ടിൽ ചെന്നാൽ ആ വീടിന് സമാധാനം ആശീർവദിക്കണം, ആ വീട്ടിലെ രോഗികളെ സൗഖ്യമാക്കണം. എല്ലായ്പ്പോഴും ഒരു മനസ്സലിവിന്റെ ഉടമയായിരിക്കണം. എപ്പോഴും മനസ്സിൽ ഒരു അലിവിന്റെ നനവ് ഉണ്ടായിരിക്കണം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ നാം വായിക്കുന്നല്ലോ, എലിശാ പ്രവാചകൻ സാധാരണ പോകുന്ന വഴിക്ക് ഒരു വീട്ടിൽ കയറി വല്ലപ്പോഴും ഒക്കെ വിശ്രമിക്കാറുണ്ടായിരുന്നു. അത് ശൂനേക്കാരുടെ വീടാണ്. ഒരിക്കൽ ശൂനേക്കാരുടെ മകൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ശൂനേക്കാരി പ്രവാചകനെ തേടി പോകുകയാണ്. വളരെ ദൂരെയായിരുന്നു പ്രവാചകൻ. ആദ്യം വടിയൊക്കെ കൊടുത്തയച്ചു. എങ്കിലും ശൂനേക്കാരുടെ നിർബന്ധം കൊണ്ട് പ്രവാചകൻ ആ സ്ത്രീയോടുകൂടെ വന്ന് ആ മകനെ ഉയർപ്പിക്കുകയാണ്. കാരണം എന്താ ചോദിച്ചാൽ, തനിക്ക് ആതിഥ്യം അരുളിയ ഭവനത്തോടുള്ള, പ്രിയമുള്ളവരെ, ക്രിസ്തീയ ശുശ്രൂഷകർ മനസ്സലിവിന്റെയും കരുണയുടെയും നനവ് ഉള്ളവരായിരിക്കണം. ഈ കോവിഡ് കാലയളവിൽ പ്രിയമുള്ളവരെ, നമുക്ക് ഈ ലോകത്തോട് ഒരു മനസ്സലി ഉണ്ടായിരിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്നവർ മാത്രമായിരിക്കരുത്. നമ്മെ കൊണ്ട് ചെയ്യാവുന്നത്. എത്രയോ ആളുകളാണ് ജോലി നഷ്ടപ്പെട്ട് കഴിയുന്നത്. എത്രയോ പേരാണ് ജോലി നഷ്ടപ്പെടുമെന്നുള്ള ഭാരത്തോടുകൂടെ ഇരിക്കുന്നത്. എത്രയോ ആളുകൾക്കാണ് ജോലി നഷ്ടപ്പെട്ട് വളരെയധികം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത്. നമുക്ക് ഇവരോടൊക്കെ ഒരു മനസ്സലി ഉണ്ടാകണം. നമുക്ക് ചെയ്യാവുന്ന സഹായങ്ങൾ, ചെയ്യാവുന്ന കൈത്താങ്ങലുകൾ നൽകുവാൻ നമുക്ക് കഴിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവസാനമായിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. ഒരു സ്ഥാനാപതി എപ്പോഴും പ്രതിനിധീകരിക്കുന്ന തന്നെ അയച്ച രാജ്യത്തിന്റെ ഒരു ഇമേജ് കീപ്പർ ആയിരിക്കണം. ഒരു സ്ഥാനാപതി എപ്പോഴും ആ രാജ്യത്തിന്റെ പ്രതിച്ഛായ തന്റെ ജീവിതത്തിലൂടെ, പ്രവർത്തനത്തിലൂടെ വെളിപ്പെടുത്തുന്നവനായിരിക്കണം. ഞാൻ 2-3 കാര്യങ്ങൾ വേഗം പറയട്ടെ. He should be decent and dignified. He should be dedicated. മൂന്നാമതായിട്ട്, നല്ല ഇന്റഗ്രിറ്റി ഉള്ള ആളായിരിക്കണം. ഇവ 3ഉം ഉള്ള ആളായിരിക്കണം ഒരു സ്ഥാനാപതി. പ്രിയമുള്ളവര്, ക്രിസ്തുവിന്റെ സ്ഥാനാപതികളായ നാം ഒരിക്കലും നിലവാരം താണവരായി താണു പോകാൻ ഇടയാകരുത്. ഞാനൊരു കൊച്ചു കഥ പറഞ്ഞ് എന്റെ ധ്യാനം അവസാനിപ്പിക്കട്ടെ. കുറച്ച് ബ്രിട്ടീഷ് പട്ടാളക്കാർ കപ്പലിൽ വന്ന് തുറമുഖത്തിറങ്ങി അവരിങ്ങനെ പട്ടണത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഓറഞ്ച് വിട്ടുകൊണ്ടിരിക്കുന്നു, ഒരു കൊട്ടയിൽ ഓറഞ്ചും വെച്ചുകൊണ്ടിരിക്കുന്നു. ഈ പട്ടാളക്കാരി എന്ന ആ കൊട്ടയിൽ ഇരിക്കുന്ന കുറെ ഓറഞ്ച് പെറുക്കിയെടുത്ത് ഇങ്ങനെ മുന്നോട്ട് നടന്നു പോവുകയാണ്, കാശ് കൊടുക്കാതെ. അവർ ഓറഞ്ച് എടുത്ത് കാശ് കൊടുക്കാതെ പോകുമ്പോൾ ഈ സ്ത്രീ അവരെ കൈകൊട്ടി വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, ബി എ ബ്രിട്ടീഷ്, ബി എ ബ്രിട്ടീഷ്, നീ ഒരു ബ്രിട്ടീഷുകാരൻ ആയിരിക്കണം. പ്രിയമുള്ളവരെ, എത്ര മാത്രം ശക്തമായ ഒരു സന്ദേശമാണ്. ബി ആൻ ഇന്ത്യൻ. നമ്മൾ എവിടെ പോയി പാർത്താലും, ഏത് സ്ഥാനത്ത് പോയാലും നമ്മൾ ഒരു ഇന്ത്യക്കാരനാണെന്നുള്ള ബോധം വേണം. പ്രിയമുള്ളവരെ, നാം എവിടെയായിരുന്നാലും നമ്മളൊരു ദൈവ പൈതലാണെന്നുള്ള ഒരു ബോധം നമുക്ക് വേണം.
നമ്മളൊരു സത്യ ക്രിസ്ത്യാനിയാണെന്നുള്ള ബോധം വേണം. നമ്മൾ ഒരു വിശുദ്ധ ജീവിതത്തിന്റെ ഉടമയായിരിക്കണം എന്നുള്ള നിശ്ചയമുണ്ടായിരിക്കണം. നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റുള്ളവർ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങൾ അവരുടെ മുമ്പിൽ പ്രകാശിതരായിരിക്കണം. നമ്മുടെ നല്ല പ്രവൃത്തികൾ, നല്ല ജീവിതം മറ്റുള്ളവർ കണ്ട് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതം ഇടയാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ക്രിസ്തുവിന്റെ സ്ഥാനാപതികളാണ്. വി ആർ ദി അംബാസിഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ അയച്ചവന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നവരായി ദൈവം നമ്മെ വിളിച്ചാക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവത്തിന്റെ സ്ഥാനാപതികളായിരിക്കാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ, അതിന് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ റോഷനച്ചൻ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. അതിനെ തുടർന്ന് ജോസഫ് അങ്കിൾ പ്രാർത്ഥിക്കും. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാമായിരിക്കുന്ന ഇടങ്ങളിൽ മുമ്പാകെ തകർന്നു നുറങ്ങിയ ഹൃദയങ്ങളുമായി നമുക്ക് കടന്നു വരാം. എത്ര മറച്ചു പിടിച്ചാലും നമ്മുടെ ഉള്ളങ്ങളെ വായിച്ചറിയുന്ന, നമ്മുടെ ജീവിതങ്ങളെ തൊട്ടറിയുന്ന വലിയവനായ ദൈവതമ്പുരാന്റെ സന്നിധിയിൽ ഒരു തവണ കൂടി കടന്നു വരുന്നു എന്നുള്ള വലിയ ചിന്തയോടെ ഒരു തുറന്ന പുസ്തകമായ ദൈവമുമ്പാകെ നമുക്ക് കടന്നു വരാം. എന്റെ കർത്താവേ, എന്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ, കുറവുകൾ, പോരായ്മകൾ തിരുമുമ്പാകെ തുറന്ന് സമ്മതിക്കുവാനും ഞാൻ ഇന്ന് അനുഭവിക്കുന്നതായിട്ടുള്ള ദൈവിക നന്മകൾ ഓർത്തതിനെ സ്തുതിപ്പാനും എന്നെ വിളിച്ച് ആക്കിയിരിക്കുന്നത് നിന്റെ നല്ല സ്ഥാനാപതികളായി നിലകൊള്ളുവാനുമാണ്. അയച്ചവന്റെ സാദൃശ്യത്തെ ജീവിതത്തിൽ പുലർത്തുവാൻ വേണ്ടിയാണ് എന്നുള്ള വലിയ ചിന്തയോടെ ദൈവമുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. വലിയ രോഗഭീതിയുടെ നടുവിലൂടെ ലോകം കടന്നു പോകുന്ന ഈ നാളുകളിൽ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട പലരും കോവിഡിന്റെ പിടിയിൽ ചികിത്സയിലായിരിക്കുന്ന ഈ സമയങ്ങളിൽ അവർക്ക് വേണ്ടി കൂടി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി ദൈവം തന്നിരിക്കുന്ന ഈ അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ദൈവമേ, ഈ രോഗത്തിന്റെ ഭീതി വർദ്ധിക്കുന്നു. ഈ രോഗം ഞങ്ങളുടെ ദേശത്ത് പടർന്നു പിടിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ദേശത്തോട്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട്, പാപികളാടിയങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ രോഗത്തിന്റെ പിടിയിലായിരിക്കുന്ന ഭവനങ്ങളിലും ആശുപത്രികളിലും ചികിത്സകളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുപക്ഷെ എല്ലാവരുടെയും പേരുകൾ അറിയത്തില്ലായിരിക്കാം. എന്നാൽ നമ്മുടെ കൂട്ടത്തിൽ പലരും പ്രയാസത്തിലായിരിക്കുമ്പോൾ, ചികിത്സയിലായിരിക്കുമ്പോൾ ദൈവമേ അവരെയൊക്കെ നീ സൗഖ്യമാക്കി ബലപ്പെടുത്തി ആരോഗ്യത്തോടെ ബലത്തോടെ സാക്ഷികളായി നിലകൊള്ളുവാൻ തക്കവണ്ണം സൗഖ്യമാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്നാളുകളിൽ കോവിഡ് പേഷ്യൻസിനിടയിലൊക്കെയും ട്രീറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഡോക്ടർമാർക്കായി, നഴ്സുമാർക്കായി, മറ്റ് എല്ലാ മെഡിക്കൽ സ്റ്റാഫുകൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. മരുന്ന് കണ്ടുപിടിക്കുവാനായിട്ട് ശ്രമിക്കുന്ന എല്ലാ മക്കളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ രാഷ്ട്ര തലവന്മാരെയും എല്ലാ രാജ്യങ്ങളെയും അതിന്റെ പ്രവർത്തനങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ വലിയ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടൊക്കെയും ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, സാമ്പത്തിക ഞെരുക്കങ്ങളായിട്ടുള്ളവരുണ്ട്, ഭക്ഷണം പോലും ഇല്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, ചില രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയവരായിട്ടുള്ളവരുണ്ട്, സ്വന്തം ഭവനങ്ങളിലേക്ക് പോകുവാൻ കഴിയാതെ ക്വാറന്റൈൻ ആയിരിക്കുന്നവരോട് അവരെയൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾ ഇന്ന് സുരക്ഷിതരായിരിക്കുന്നുവെങ്കിൽ അവരെ കുറിച്ച് ഓർക്കുവാൻ, അവർക്ക് വേണ്ടി നിന്റെ മുമ്പാകെ കരയുവാൻ, അവരുടെ ജീവിതങ്ങളിൽ നന്മകൾ അനുഭവിക്കുവാനായി കർത്താവെ ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ കർത്താവെ ഈ ലോകം പഴയ ആ ഒരു കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് മടങ്ങുവാൻ കർത്താവെ നീ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ സമയം നമ്മുടെ രോഗത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരൊക്കെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ശേഷം നമ്മുടെ മാർത്തോമാ സഭയുടെ മെത്രാപോലീത്ത ജോസഫ് മാർത്തോമാ മെത്രാപോലീത്തനെ ഏൽപ്പിക്കാം. ഒരു ഓപ്പറേഷനെ തുടർന്ന് വിശ്രമത്തിലായിരിക്കുന്നുവല്ലോ, ദാസനോട് കരുവ കാണിക്കണമേ, കൃപ ചെയ്യണമേ, വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. 90-ാം ജന്മദിനം നമുക്ക് കൊണ്ടാടുവാനായിട്ട് നീ സഹായിച്ചു. ദാസനെ കർത്താവ് ശക്തീകരിക്കണമേ, ആയിരിക്കുന്ന ഇടത്ത്
കർത്താവ് ബലപ്പെടുത്തിക്കൊള്ളണമേ നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. വലിയ മെത്രാപ്പൊലീത്തനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദാസനെയും കർത്താവിന്റെ കൃപയും പരിപാലിക്കണമേ. പ്രായത്തിന്റെ വലിയ ക്ഷീണതകളിലൊക്കെ ആകുമ്പോഴും എന്റെ കർത്താവിന് തോറും താങ്ങിക്കൊള്ളണമേ, ബലപ്പെടുത്തിക്കൊള്ളണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. സഫ്രകൻ മെത്രാപ്പൊലീത്തൻ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ദൈവത്തിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദാസന്റെയും അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം കർത്താവ് ഞങ്ങളുടെ സഭയ്ക്ക് മുതൽക്കൂട്ടായി തീരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ തിരുമേനിമാർ, അച്ഛന്മാർ, നമ്മുടെ സുവിശേഷകർ, അവരിലൂടെയൊക്കെ ലഭിക്കുന്ന ആത്മീകമായ നേതൃത്വം കർത്താവെ ഞങ്ങളുടെ സഭയ്ക്കും ഞങ്ങളുടെ ഈ ഒരു വിശ്വാസത്തിന്റെ മുമ്പിൽ വെല്ലുവിളി ഉയർത്തുന്ന നാളുകളിലും ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായി ഭവിക്കുവാൻ ഓരോരുത്തരെയും എടുത്ത് ഉപയോഗിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മൾ ഇടവകയായ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിലും അനേക രോഗികളായിരിക്കുന്നുവല്ലോ, ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പ്രായത്തിന്റെ ക്ഷീണതകളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ട എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നോർത്ത് ഹൂസ്റ്റണിലെ നയനാൻമത്തായി അംഗങ്ങളിലായി, അന്നമ്മത്തായി ആന്റിക്കായിട്ട്, ഏലിയാമ വർഗീസ് ആന്റിക്കായിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ഷൂലാനിലേക്ക് ചോദ്യങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. സിറ്റിയിലെ ഏലിയാമ മാത്യു ആന്റിക്കായിട്ട്, അമ്മച്ചിക്കായിട്ട് പ്രാർത്ഥിക്കാം. നോർത്ത് മനുഷ്യങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, അവരെയൊക്കെ അലട്ടുന്നതായിട്ടുള്ള പ്രായത്തിന്റെ ക്ഷീണതകളായ രോഗത്തിന്റെ പ്രയാസങ്ങൾ ഒക്കെ അതിജീവിപ്പാൻ കർത്താവ് ദിനംതോറും അവരെ സഹായിക്കണമേ, അവരെ കർത്താവ് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ നാളുകൾ ആശുപത്രികളിലും ഭവനങ്ങളും ഒക്കെ ആയി പല ചികിത്സകളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ലോൺസി താമസങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി എന്റെ ദാസൻ ട്രീറ്റ്മെന്റിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് വിടുതൽ നൽകുവാൻ നിന്നെ കൊണ്ട് സാധ്യമാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവമേ, നീ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈസ്റ്റിലെ അനിയബ്രഹാമിനായി, സെല്ലാലിംഗിലെ ഷിദ്യോബിക്കായിട്ടൊക്കെ പ്രാർത്ഥിക്കാം. ദൈവമേ, അവരെ രോഗങ്ങൾ അവരെ വിടുവിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നോർത്ത് വർഗീസ് തോമസ് അംഗങ്ങളിലായിട്ട് പ്രാർത്ഥിക്കാം. ദാസനെ കർത്താവ് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ഏരിയയിലെ തങ്ങമ്മ ആന്റിക്കായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ ഷൂലാനിലെ ജോണിയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പേലാലീസിലെ അമ്മി തോമസ് ആന്റിക്കായിട്ട് പ്രാർത്ഥിക്കാം. ഷൂലാൻഡ് ഏരിയയിൽ രാജൻ സാമലങ്ങളെയൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ വത്സമയാന്റിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇവരൊക്കെ കർത്താവ് താങ്ങണമേ, സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിവിധ രോഗങ്ങൾ, അനുഭവങ്ങൾ കർത്താവ് അത്ഭുതകരമായ വിടുതൽ നൽകിക്കൊണ്ടിരിക്കുന്നവർക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. പ്രിയ അപ്പൂപ്പങ്ങളിലൊക്കെ കർത്താവ് നൽകുന്ന സൗഖ്യത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ചെറുചെട്ടിലെ സമയങ്ങളിൽ കർത്താവ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സൗഖ്യത്തിനായി സ്തോത്രം ചെയ്യാം. കൊച്ചു ഈസങ്ങളിലെ കർത്താവ് ശക്തീകരിക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കാം. നിഖിൽ ബേബിയെ കർത്താവിനത്തോളം താങ്ങി ബലപ്പെടുത്തി അനുഗ്രഹിക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കാം. തോമസ് കുട്ടിയമ്മയുടെ കർത്താവ് കൊടുത്ത അത്ഭുതകരമായ വിടുതലിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. കർത്താവെ, അടിയങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കുന്നതോർത്ത് സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ഭാരങ്ങളെ, ഞങ്ങളുടെ കണ്ണുനീരിനെ അവിടുന്ന് കാണുന്നതോർത്ത് ഞങ്ങൾ അതിനെ സ്തുതിക്കും നമുക്ക് ദൈവത്തോട് പറയാം. ഈ നാളുകളിൽ ഓപ്പറേഷന് വിധേയരായ അനേകർ നമ്മുടെ ഇടവിലുണ്ട്. നമ്മൾ പലപ്പോഴും അവരെ കുറിച്ച് അറിഞ്ഞു കാണത്തില്ല. എന്നാൽ അവരെ പേരായിട്ട് നമുക്ക് ദൈവത്തിന്റെ സ്ഥിതിയിലേക്ക് ഏൽപ്പിക്കാം. കാലിന്റെ ഓപ്പറേഷനിലൂടെ കടന്നുപോയവർ, മറ്റു പല രീതിയിലുള്ള ഓപ്പറേഷനിലൂടെ കടന്നുപോയവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർ പേരുകൾ എടുത്ത് പറയുന്നില്ല, എന്നാൽ അവരായിരിക്കുന്ന ഇടത്ത് അവർ കടന്നു പോകുന്നതായിട്ടുള്ള ഈ ഒരു സൗഖ്യത്തിലേക്ക് നടന്ന് അടുക്കുന്നതായിട്ടുള്ള ഈ സമയങ്ങളിൽ കർത്താവിന്റെ സൗഖ്യമാക്കുന്ന കരുതൽ അവരെയും തൊട്ട് അവരെയും ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ നമുക്ക് ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മൾ അറിഞ്ഞുമറിയാതെ രോഗികളായിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ദൈവമേ, ചെറുതും വലുതുമായ രോഗങ്ങളൊക്കെ ഞങ്ങളുടെ എല്ലാ ജീവിതത്തിലുണ്ട്. കർത്താവെ, നീ ഞങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാ, നീ ഞങ്ങളെ വിടുവിക്കുന്ന കർത്താവാ. ദൈവമേ, കൃപ ചെയ്യണമേ, സൗഖ്യത്തെ നൽകണമേ, ബലപ്പെടുത്തണമേ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ രോഗങ്ങൾ മാറുവാൻ, ഞങ്ങളുടെ ക്ഷീണതകൾ മാറുവാൻ, ഞങ്ങളുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, ഞങ്ങൾ സൗഖ്യം നേടുവാൻ, ബലത്തോടെ എഴുന്നേറ്റ് നിന്ന് കർത്താവ് വാഴ്ത്തപ്പെട്ടവരെന്ന് വിളിച്ചു പറയുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവർ, വേർപാടിൽ ദുഃഖിക്കുന്നവരെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ഐസക് മാർ ഫിലിക്സ് സിനിമയെ ഏൽപ്പിക്കാം. അമ്മയുടെ വേർപാടിന്റെ ദുഃഖത്തിൽ പ്രിയദാസനും കുടുംബാംഗങ്ങളെ കടന്നു പോകുമ്പോൾ കർത്താവെ, നീ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ കേരളത്തില് മോഹനാന്റിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവിന്റെ വേർപാടിൽ പ്രിയപ്പെട്ടവരൊക്കെ ദുഃഖത്തിലായിരിക്കുമ്പോൾ അവരെയൊക്കെ കർത്താവ് ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ സ്റ്റാഫോർഡ് പ്രയർ ഗ്രൂപ്പില് ലിൻഡ ജിനുവിനെ ഏൽപ്പിക്കാം. അവിടെയും നാട്ടിൽ പിതാവിന്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്നവരെയൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ആശ്വസിപ്പിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം.
നമ്മോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട എല്ലാവരെയും നമുക്ക് ഈ സമയത്ത് ദൈവ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പേര് പറഞ്ഞവരും അല്ലാത്തവരുമായ അനേകരുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ അനേകരെ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മോട് ആവശ്യപ്പെട്ടവരുണ്ട്. ചെറിയ രോഗങ്ങൾ തൊട്ട് ക്യാൻസർ പോലെയുള്ള വലിയ ട്രീറ്റ്മെന്റുകളിലൂടെ കടന്നു പോകുന്ന, വേദനിപ്പിക്കപ്പെടുന്ന മറ്റ് പല അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മൾ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരെയൊക്കെ നമുക്ക് മനസ്സിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ജനിച്ചപ്പോൾ മുതൽ ഹിപ്പിന് പ്രയാസം നേടിയിരിക്കുന്ന കൊച്ചു പൈതൽ പ്രാർത്ഥന നമ്മോട് അവരുടെ കുടുംബങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രഗ്നന്റ് ആയിരിക്കുന്ന എല്ലാ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ അവസ്ഥയിൽ കർത്താവിന്റെ കൃപ കരുതൽ കാവൽ കൂടെ ഇരിക്കണമേ. ആരോഗ്യമുള്ള സൗഖ്യമുള്ള പൈതങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ പലരുടെയും ഭവനങ്ങളിൽ കർത്താവ് ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ തന്നതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തുതി സ്തോത്രം തരേക്കാം. കുടുംബ ജീവിതങ്ങൾ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന പല ഭവനങ്ങളുടെ പൊട്ടിത്തെറിയുടെ വാക്കിലെത്തിയിരിക്കുന്ന, വേർപിരിയുവാനുള്ള തീരുമാനങ്ങളിലൂടെ കടന്നു പോകുന്ന പല കുടുംബങ്ങളുണ്ട്. അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ അവരെ നീ ഒന്നിപ്പിക്കണമേ. അവരുടെ ആ പ്രശ്നങ്ങളെ അതിജീവിപ്പാനുള്ള കൃപ തരണമേ. ആ കുടുംബങ്ങളോട്, അവരുടെ കുഞ്ഞുങ്ങളോട് കനിവ് കാണിക്കണമേ എന്ന് ദൈവത്തിന് പ്രാർത്ഥിക്കാം. എല്ലാ സിംഗിൾ പേരൻസിനെ ഏൽപ്പിക്കാം. അവരുടെ ജീവിതങ്ങളിൽ അവർ നേരിടുന്ന വെല്ലുവിളികളുടെ നടുവിൽ, അപമാനങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ കർത്താവേ അവരെ നീ കാക്കണമേ, അവരെ നീ ധൈര്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ മനസ്സുകളെ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ദൈവമേ, ഒരു ഞായർ കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ നീ തരുന്നല്ലോ, ഒരു ആരാധന അനുഭവം കൂടെ ഞങ്ങൾക്ക് തരുന്നല്ലോ. ഞങ്ങൾക്ക് വിശുദ്ധ കുർബാന കൈക്കൊണ്ടിട്ട് കർത്താവെ മാസങ്ങളായി, ഞങ്ങളുടെ ദേവാലയത്തിനുള്ളിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് നാളുകളായി, ഞങ്ങളുടെ ആരാധനയുടെ യഥാർത്ഥമായ മാധുര്യം ഒരുമിച്ച് അനുഭവിച്ചത് എത്രയോ നാളുകളായി. ദൈവമേ, ലോകമെമ്പാടുമുള്ള ജനം ദേവാലയങ്ങളിലേക്ക് മടങ്ങുവാൻ, ആരാധനയിൽ പങ്കുചേരുവാൻ, വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കനിവ് തോന്നണമേ. ഞങ്ങളുടെ ഉള്ളങ്ങളിൽ ആത്മാവിന്റെ, പരിശുദ്ധാത്മാവിന്റെ അഗ്നിയെ നീ ആളി കത്തിക്കണമേ എന്ന് നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. മടുത്തു പോകുവാൻ, പിന്മാറ്റം വന്നു പോകുവാൻ ഇടവരുത്തൽ കർത്താവേ. നിന്നെ ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആരാധനയെ കർത്താവെ ധ്യാനിച്ചുകൊണ്ട്, നിന്നെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ മുമ്പോട്ട് നയിക്കുവാൻ, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുടെ ആരാധനയുടെ അനുഭവങ്ങളിലേക്ക് ഞങ്ങൾ മടങ്ങുമെന്നുള്ള വലിയ വിശ്വാസത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. നിശബ്ദമായി നന്നായിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ കുറവുകളെ, കുറ്റങ്ങളെ എല്ലാം ദൈവത്തിന് മുമ്പാകെ ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കാം. എന്റെ ദൈവമേ, ഞങ്ങൾ പാപികളും ഞങ്ങൾ ദോഷികളുമാ. ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരുപാട് കുറവുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് കർത്താവെ. എങ്കിലും ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവിനാലാണെന്നുള്ള വലിയ ബോധ്യത്തോടെ ഈ നാളുകൾക്കും ഒരു ശമനമുണ്ടാകും. ഈ വേദനകളും മാറും, ഈ പ്രതിസന്ധികളും മാറും എന്നുള്ള വലിയ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഒരു നിമിഷം നന്നായിരിക്കുന്നിടത്ത് നിശബ്ദമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനെ തുടർന്ന് ഈ വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് പ്രിയപ്പെട്ട ജോസഫ് അങ്കിൾ പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ അളവിടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അടിയങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ ഈ വിശുദ്ധ ദിവസത്തിന്റെ രാവിലെ സമയം കർത്താവെ, ഞങ്ങളുടെ ദേവാലയം അടച്ചിട്ടിരിക്കുന്ന സമയത്തും ഞങ്ങൾക്ക് ദേവാലയമായിട്ട് ഞങ്ങളുടെ ഭവനത്തെ ഉപയോഗിച്ചുകൊണ്ട് കർത്താവെ അവിടുത്തെ സന്നിധിയിലേക്ക് ദൈവകൂട്ടായ്മയായിട്ട് കടന്നു വരുവാൻ അടിയങ്ങൾക്ക് നീ ഒരുക്കി തന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങൾക്ക് ഈ ഒരു വിശുദ്ധ ദിവസത്തെ നീ ഒരുക്കി തന്നല്ല കർത്താവെ, സ്തോത്രം കർത്താവെ. ഞങ്ങൾ രാത്രിയിൽ കിടന്നുറങ്ങി ഈ പ്രഭാതം കാണുവാൻ, ഈ ഒരു പ്രാവശ്യം കൂടെ ഈ വിശുദ്ധ ദിവസത്തെ കാണുവാനായിട്ടും ഈ പ്രപഞ്ചത്തെ കാണുവാനായിട്ടും നീ ഞങ്ങൾക്ക് തന്ന ആയുസ്സിനും ആരോഗ്യത്തിനുമായിട്ട് ഞങ്ങൾ വീണ്ടും നിനക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കർത്താവെ, ഇന്ന് ഞങ്ങള് കർത്താവെ ഇടവകയായിട്ട് തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു കർത്താവെ. ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നതിനുമേലെ ഇന്ന് സഭയായിട്ട് കർത്താവെ ദൈവജനം ക്രിസ്തുവിന്റെ സ്ഥാനാധിപരം എന്നുള്ള വിഷയമാണല്ലോ ഇന്നത്തെ ദിവസത്തെ സഭയായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന കർത്താവെ. നിന്റെ ദാസനെ കൂടെ ഞങ്ങൾക്ക് തന്ന നല്ല ദൂതുകളെക്കാട്ടി ഞങ്ങൾ സ്തോത്രം ചെയ്തു കർത്താവെ. നീ ഞങ്ങളെ വിളിച്ചു, നീ ഞങ്ങളെ അയച്ചു ഈ ലോകത്തേക്ക് കർത്താവെ. ഞങ്ങളെ ഈ ലോകത്തിലായിരിക്കുന്ന സമയത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് കർത്താവെ ഞങ്ങൾ ഓരോരുത്തരോടും ഞങ്ങൾ തന്നെ ചോദിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ. ഞങ്ങളുള്ള കുറവുകളും കുറ്റങ്ങളൊന്നും ഞങ്ങളോട് കണക്കെടുക്കരുതേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ. പാപികളും ദോഷികളും ആകുന്ന ഞങ്ങൾ തിരുമേനി കർത്താവെ, ഇന്ന് ഈ സമയത്ത് ഞങ്ങളുടെ ഇടവകയോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇടവകയോട് നീ മനസ്സലിയണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് നിന്റെ ആലയത്തിലേക്ക് പോയി
കടന്നു എന്ന് കർത്താവേ നിന്റെ ആലയത്തിൽ ഇരുന്നു കൊണ്ട് നിന്നെ ആരാധിക്കുവാനായിട്ട് കർത്താവേ അവിടുന്ന് കൃപ ചൊരിയണേനുള്ള അവസരം ഒരുക്കി തരണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവേ. ഈ കോവിഡ് എന്ന മഹാമാരി ഈ ദേശത്ത് നിന്ന് ഈ ലോകത്ത് നിന്ന് മാറ്റിത്തരുവാൻ ഞങ്ങൾ ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ. നീ സൃഷ്ടിച്ച ലോകം കർത്താവെ ഇത് അനാഥമായി തീരുവാൻ ഇടയാകരുതേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ഞങ്ങൾ നിന്നെ ശുശ്രൂഷിച്ചുകൊണ്ട് കർത്താവെ നിന്നെ ആരാധിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുവാൻ നീ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ. ദൈവദാസന് അനേക വിഷയങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനയിൽ കൊണ്ടുവന്നുള്ള കർത്താവെ. കർത്താവെ ഞങ്ങളുടെ ഇടവയിലുള്ള എല്ലാ രോഗികളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു തിരുമേനി. കർത്താവെ അവർക്കൊക്കെ ആവശ്യമായ വിടുതലും സൗഖ്യവും അവിടുന്ന് ആശ്വാസവും ഉയർത്തി നിന്ന് പകർന്നു കൊടുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ഞങ്ങൾ രോഗികളായി ഞങ്ങള് ജോൺസിയർക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദാസിന് വേണ്ടി ഞങ്ങൾ ഇടവക മുഴുവനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ കർത്താവെ. നിന്റെ മനോട് നീ മനസ്സറിയണമേ എന്ന് അപേക്ഷിക്കുന്നു. ആ കുടുംബത്തോട് നീ മനസ്സറിയണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ആ ചിന്നമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസനെ ശുശ്രൂഷിക്കാനുള്ള ആരോഗ്യം ബലവും നിന്റെ മകൾക്ക് നൽകണേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. കർത്താവെ അങ്ങനെ പല രോഗികൾ ഞങ്ങളുടെ ഇടയിലുണ്ട് കർത്താവെ. ഞങ്ങളെ ജോർജാനെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. രാജൻ സാമുവലിനും മേരി സാമുവലിനും ഒക്കെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങള് ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങനെ അനേകര് രോഗികളായിട്ട് ഞങ്ങളുടെ ഇടവകയിലുണ്ടല്ലോ. കൊച്ചുറീസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങള് ഷുഗർലാൻഡിലെ ജോണിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗത്തിൽ കഴിയുന്ന അനേകരുണ്ട് കർത്താവെ. അവർക്കൊക്കെ ആവശ്യമായ വിടുതൽ അവിടുന്ന് നൽകണമേ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കുറവുകളൊന്നും ഇതിന് തടസ്സമായി തീരുവാൻ ഇടയാകരുതേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ഞങ്ങളെ മറ്റുള്ള എല്ലാ പേര് പറഞ്ഞ എല്ലാ രോഗികളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെയൊക്കെ നീ ആശ്വസിപ്പിക്കണേ, വിടുതൽ കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇന്ന് ഈ സമയത്ത് ഇടവകയായിട്ട് ഞങ്ങൾ തിരുസന്നിധി വരുന്നു. ഞങ്ങളെ നയിക്കുന്ന വികാരിമാര് അച്ഛന്മാരെ രണ്ടുപേരെയും കുടുംബങ്ങളായിട്ട് ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജയിക്കപ്പെടുത്തിയ സമൂഹത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ട് അവരെ അനുഗ്രഹിക്കണമേ. എത്രയോ നാൾ നിന്റെ മകളുടെ ആയിരുന്ന സമയം മുതൽ ഇനിയോളം അവരെ നീ കാത്തു പരിപാലിച്ച് കൃപയ്ക്കാട്ട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവരുടെ ശുശ്രൂഷ കർത്താവെ ഞങ്ങൾക്കും അവർക്കും അനുഗ്രഹമായി തീരുവാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കാട്ട് സ്തോത്രം ചെയ്യുന്നു. റോഷനച്ചനെയും കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകന്റെയും പ്രവർത്തനത്തിൽ നിന്റെ കൃപയുണ്ടായിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. കുടുംബമായിട്ട് നീ അവരെ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾ കർത്താവെ ഇന്ന് ഈ സമയത്ത് ഞങ്ങളുടെ തലമുറകളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകളൊന്നും നഷ്ടപ്പെടുവാൻ ഇടയാകരുതേ നിങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ. കർത്താവെ നിന്റെ രാജ്യത്തിൽ നിന്റെ വേലയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങളുടെ തലമുറകളെ ഒരുക്കണമേ നിങ്ങൾ അപേക്ഷിക്കുന്നു. അവർക്ക് വേണ്ടി ഞങ്ങൾ മുട്ടുമേ നിന്ന് പ്രാർത്ഥിക്കുവാൻ മാതാപിതാക്കളായ ഗ്രാൻഡ് പേരൻസായ ഞങ്ങളെ നീ ഒരുക്കണമേ നിങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഇടവകയിലുള്ള എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇടവകയിലുള്ള എല്ലാ ഓർഗനൈസേഷനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സീനിയേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സെൻട്രൽ സ്കൂളിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സേവിയ സംഘം, യുവജന സംഘം, ഇടവക മിഷൻ, ഇതിലൊക്കെയുള്ള എല്ലാ മെമ്പേഴ്സിനെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കും കർത്താവെ. ഞങ്ങളെല്ലാ ആഴ്ചയിലും കർത്താവെ സൂമിൽ കൂടാണെങ്കിൽ തന്നെയും നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഞങ്ങൾക്ക് തരുന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിനായിട്ടൊക്കെ സ്തോത്രം കർത്താവെ. ഞങ്ങള് ഈ സമയത്ത് വേർപാടിന്റെ ദുഃഖത്തിലൊക്കെ കഴിയുന്നൊരു അനേകരുണ്ടല്ലോ ഞങ്ങളുടെ സമൂഹത്തില്. പ്രത്യേകിച്ച് മാതാവിന്റെ വേർപാട് നിൽപ്പിക്കുന്ന കർത്താവെ തിരുമേനിയെ ഓർത്ത് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. തിരുമേനിയുടെ സഹോദരങ്ങളെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവെ. തിരുമേനി നാട്ടിലോട്ട് യാത്ര പോയിരിക്കുകയാണല്ലോ കർത്താവെ. നിന്റെ മകന്റെ യാത്രയിലൊക്കെ നിന്റെ കൃപ ഉണ്ടായിരിക്കണമേ. നാട്ടിൽ ചെന്ന് കർത്താവെ നല്ലൊരു ശവസംസ്കാരം മാതാവിനെ അർപ്പിക്കുവാൻ ദേവദാസിനെ നീ ഒരുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. അങ്ങനെ പലരും പല രീതിയിൽ പലയിടത്തും ഞങ്ങൾ വേർപാട് ദുഃഖിക്കുന്നവരുണ്ട്. അവരെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് ഞങ്ങൾ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വലിയ മെത്രാപ്പോലത്തേക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മെത്രാപ്പോലത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സർജറിയൊക്കെ കഴിഞ്ഞ് കർത്താവെ പുലാത്തിൽ വിശ്രമിക്കുന്നല്ലോ. പരിപൂർണ വിടുതൽ നൽകണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. ഇന്ന് ഈ സമയത്ത് സബർക്കൻ മെത്രാപ്പോലത്തായിട്ട് എടുത്തിരിക്കുന്ന ഞങ്ങളെ തിയോഡസ് തിരുമേനിക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദാസിനെ നീ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം കർത്താവെ വിശ്വസ്തയോടെ ജനങ്ങളിൽ പ്രവർത്തിക്കുവാൻ എന്റെ മോനെ എടുത്ത് ഉപകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങള് ഈ ലോകത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ കോവിഡിന്റെ സമയത്തില് എല്ലാവരും ഭീതിയിൽ കൂടെ കടന്നു പോകുന്നു. ലോകരാഷ്ട്രങ്ങൾ കർത്താവെ
ഭീതിയിൽ കൂടെ കടന്നു പോകുന്ന കർത്താവെ, ഈ ബാധ ഈ ലോകത്തുനിന്ന് മാറുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഹോസ്പിറ്റലിൽ ഒക്കെ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സിനും നഴ്സസിനെ ഒക്കെ ഓർത്ത് ഞങ്ങൾ മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ കൂടാണല്ലോ ഞങ്ങൾ അനേകരും കർത്താവെ സൗഖ്യത്തെ കൂടെ പോകുന്നത്. കർത്താവെ, ഒരു വൈറസും ഞങ്ങളുടെ വീഴുവാൻ ഇടയാകരുതെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഇടവകയെ ഇന്നോളം നയിച്ചല്ലോ. ഇടവകയിലെല്ലാം മെമ്പേഴ്സിനെ നീ ഇന്നോളം കാത്തു പരിപാലിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം കർത്താവെ. കർത്താവെ, ഞങ്ങൾ വസിക്കുന്ന ഈ രാജ്യത്തെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്തോട് നീ മനസ്സറിയണേ. ഭരണാധികാരികളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ കൊറോണ വൈറസ് കർത്താവെ ഈ രാജ്യത്ത് നിന്ന് കംപ്ലീറ്റ് മാറ്റിക്കിട്ടുവാൻ നീ അവിടെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ വസിക്കുന്ന ഈ ഹൂസ്റ്റൺ സിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇവിടെയും കോവിഡിന്റെ വളരെ അധികമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ കർത്താവെ. അതിനൊക്കെ ഒരു വിടുതൽ നൽകണമേ എന്ന് അപേക്ഷിക്കുന്ന തിരുമേനിയും കർത്താവെ, അടിയങ്ങൾക്ക് ഒരുമിച്ച് തന്ന കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം കർത്താവെ. കർത്താവെ, അടിയങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ദൈവാലയത്തിലേക്ക് കടന്നു എന്ന് ഞങ്ങൾക്ക് ആരാധിക്കുവാൻ നീ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേട്ട സ്തോത്രം കർത്താവെ. തുടർന്നുള്ള ശുശ്രൂഷയിൽ നിന്റെ കൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്ന കൃപയുണ്ട് കേൾക്കുമാറാകണമേ. ആമേൻ. ആരാധനയുടെ അവസാന ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇപ്പോൾ ഹുത്താമ പ്രാർത്ഥനയ്ക്ക് പ്രിയ അനിയൻ കുഞ്ചാൻ നേതൃത്വം നൽകുന്ന. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, എന്നേക്ക് നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായേ, നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്നേക്ക് ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവും ആയിരിക്കണമേ. കർത്താവെ, നിന്റെ കൃപകളും നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും വന്ന് ആവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. സകലബുദ്ധിയെയും നാട് ദൈവത്തിന് സമാധാനം. ദൈവത്തെയും അവന്റെ പുത്രനും നമ്മുടെ രക്ഷാകരമായ ശിക്ഷയെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും സുലഭമായ ദൈവം ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും നിങ്ങളോടുകൂടി ഉണ്ടായിരുന്നു. സർവദോഷങ്ങൾ നിങ്ങളെ കാത്തുമറിച്ച് സർവനന്മകൾക്കും നിങ്ങളെ യോഗ്യതകളാക്കുകയും ചെയ്യുമാറാകട്ടെ. ഗായക സംഘം ഡോക്സോളജി ആലപിക്കുന്നതാണ്. ആ സമയത്ത് ഭവനാംഗങ്ങളുമായി സമാധാനം പങ്കുവയ്ക്കും. ഈ ആരാധനയിൽ ആദ്യവസാനം വ്യാപരിച്ച ദൈവകൃപയ്ക്ക് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഇന്ന് ബഹുമാനപ്പെട്ട ഫിലിപ്പ് വർഗീസ് അച്ഛൻ്റെയും ജോർജ് വർഗീസ് അച്ഛൻ്റെയും റോഷൻ അച്ഛൻ്റെയും സാന്നിധ്യത്താൽ ഈ ആരാധന വളരെ സമ്പുഷ്ടമായിരുന്നു, അനുഗ്രഹമായിരുന്നു. പ്രിയാച്ചന്മാരുടെ സാന്നിധ്യത്തിനും നേതൃത്വത്തിനും പ്രത്യേകം അവരോടുള്ള സ്നേഹവും സന്തോഷവും കടപ്പാടും അറിയിക്കുന്നു. ആരാധനയിൽ അസിസ്റ്റ് ചെയ്ത പ്രിയ ജോർജ് സാമുവൽ, വർഗീസ് ചാക്കോ അങ്കിൾ എന്നിവരോടുള്ള പ്രത്യേക സന്തോഷം അറിയിക്കുന്നു. ബൈബിൾ റീഡിങ്ങിൽ നമ്മെ സഹായിച്ച പ്രിയ ജോസ് സാമുവൽ, ആൻസി സാമുവൽ എന്നിവരോടുള്ള നന്ദി അറിയിക്കുന്നു. റെസ്പോൺസ് ടീമായിട്ട് പ്രവർത്തിച്ച മിസ്റ്റർ ടോം തോമസ്, മിസ്സിസ് അന്നമ്മ തോമസ് എന്നിവരോടും പ്രാർത്ഥനയിൽ നമ്മെ സഹായിച്ച ജോസഫ് അങ്കിളിനോടുമുള്ള സന്തോഷവും അറിയിക്കട്ടെ. ഈ ദിവസത്തെ ഗാനങ്ങൾ പ്രത്യേകമായി റെക്കോർഡ് ചെയ്ത് അവതരിപ്പിച്ച കൊയറിനോടുള്ള പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്നു. സെക്രട്ടറിയോടും കൊയർ ലീഡേഴ്സിനോടും AV ടീമിനോടും ഉള്ള പ്രത്യേകമായ നന്ദിയും കടപ്പാടും ഇടവകയുടെ പേരിൽ അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സുരക്ഷിതരായി കാക്കട്ടെ. അനുഗ്രഹീതമായ ഒരാഴ്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ, ദൈവത്തിൻ്റെ പരിപാലനം അനുഭവിപ്പാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സുരക്ഷിതരായി ഈ കാലങ്ങളിൽ ജീവിക്കുക. പ്രത്യേകിച്ച് CDC ഗൈഡ് ലൈൻസ് ഒക്കെ പാലിക്കുക. പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോൾ ഫേസ് മാസ്ക്
ഒക്കെ ഉപയോഗിക്കാൻ മറക്കാതിരിക്കുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.